മുത്തലക്ക് എന്ന് ഞാൻ പറഞ്ഞപ്പോ മാറ്റി പറയാമെന്ന് മൂപ്പര മറുപടി. കിതാബ് ഓതാൻ പോവാത്ത കുഴപ്പമാണ് കായക്കൊടി. എന്റെ കായക്കൊടി ഇങ്ങനൊന്നും പൊതുസദസ്സിൽ വന്നിട്ട് പറയല്ല. മുത്തലക്ക് എന്ന് പറഞ്ഞാൽ വാദം മാറ്റിന്. മുത്തലക്ക് എന്ന് പറഞ്ഞാലേ ഉസൂലിൽ കിതാബ് ഓതി പഠിക്കണം, അപ്പോഴല്ലേ അത് കിട്ടുള്ളൂ. ഞാൻ അങ്ങനൊന്നും പറയണില്ല. ഞാനതൊക്കെ ബഹുമാനിച്ചിട്ട് തന്നെ പറയണുള്ളൂ. കായക്കൊടി വലിയ ആൾക്കാരൊക്കെ അല്ലേ, വലിയ ആൾക്കാരൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഞാനത് അങ്ങനെ കളിയാക്കൊന്നല്ല കേട്ടോ. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ സ്വന്തമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് ഓർമ്മപ്പെടുത്താണ്ടിരിക്കാൻ പറ്റില്ലോ. കാരണം ഇനി എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ പറഞ്ഞാലോ മോശമല്ലേ. അപ്പൊ അതുകൊണ്ട് മുത്തലക്ക് തന്നെ ഞാൻ പറഞ്ഞത് മാറ്റിയതല്ല. അടിസ്ഥാന വിഷയം, നിശ്ചിത ഉപാധികൾ, നിശ്ചിത പരിമിതികൾ നിശ്ചയിക്കാതെ എന്ന് വെച്ചാല് അടിസ്ഥാന വിഷയത്തിൽ നിന്നുകൊണ്ട് മൗലിദ് എന്ന പൊതുവായ വിഷയം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതന്നെയാണ് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ. അതന്നെ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മാറ്റിയല്ല, അതിന്റെ ഒരു സാങ്കേതിക പ്രയോഗം നടത്തിയെന്ന് മാത്രമല്ല. കായക്കൊടിക്ക് അത് മനസ്സിലാവുന്നതാണ് ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നത്. അത് ഞാൻ പിൻവലിക്കുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കില്ല. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, കായക്കൊടി ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം. നിങ്ങളിവിടെ എഴുതിയ വാദം ഇപ്പൊ ശരിയാണെന്ന്, നിങ്ങളിവിടെ ടെക്സ്റ്റ് ചെയ്ത വാദം ശരിയാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വോയിസുകളിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത് കേൾക്കണം. എനിക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചോ, ചർച്ച നടത്തി ഒരു 5-8 റൗണ്ട് കഴിഞ്ഞു വന്നപ്പോ ഞങ്ങൾ പറയുന്നിടത്ത് കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, നിങ്ങളുടെ ആളുകൾക്കും ബോധ്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായപ്പോ നിങ്ങൾ അത് ശരിയാണെന്ന് സമ്മതിക്കുന്നിടത്തൊക്കെ ഇറങ്ങി വന്നപ്പോഴാണ് ഇപ്പൊ നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്, ശരിയായ രൂപത്തിൽ വരുന്നുണ്ട് എന്ന നിലക്ക് ഞാൻ പറഞ്ഞത്. എന്നല്ലാതെ നിങ്ങൾ ഇവിടെ എഴുതിയതൊക്കെ ശരിയാണെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഇറങ്ങി വന്ന സ്ഥിതിയിൽ നമ്മുടെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന സ്ഥിതിക്ക് ആ രൂപത്തിൽ നിങ്ങൾ എഴുതണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതിൽപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള എന്ന ഉപാധികൾ നിങ്ങളിപ്പോ സമ്മതിച്ച ഇറങ്ങി വന്ന നമ്മളിപ്പോ ഏകദേശം ഒരു ധാരണയിൽ എത്തിയതിന് യോജിക്കാത്തതാണ്. അതുകൊണ്ട് അത് മാറ്റണം എന്നാ പറഞ്ഞത്. അന്നല്ലാതെ ആ അനർഹമായ ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ ഇറങ്ങി വരുന്നത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്കും ഉള്ളവർക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യ രൂപത്തിൽ ഈ വാദത്തിൽ എഴുതി അതന്നെയാണ് നിങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ചർച്ച തുടർന്നു. അത് ശരി തന്നെയാണ്, എല്ലാം കൂടി ഒറ്റ ചർച്ചയിൽ നടക്കുന്ന കാര്യമില്ല, അത് അവ്യക്തത ഉണ്ടാക്കിയുള്ള ജനങ്ങൾക്ക് എന്ന കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടപ്പോ നിങ്ങളും അത് സമ്മതിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ ഇറങ്ങി വന്നു. ആ ഇറങ്ങി വരുന്നതിനെ സംബന്ധിച്ചാണ് ശരി എന്ന രൂപത്തിൽ ഞാൻ സംസാരിച്ചത്. അതിനെതിരാണ് ഇപ്പോൾ നിങ്ങളോട് അടിക്കൊണ്ടിരിക്കുന്ന മുന്നേ നിങ്ങൾ അടിച്ചിരുന്ന ടെക്സ്റ്റ്. അതുകൊണ്ട് അത് തിരുത്തണം എന്നാ പറഞ്ഞത്. ഇത് ന്യായമാണ്, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ പറയണം. നിങ്ങൾ എഴുതിയ ആ ടെക്സ്റ്റ്, അടിച്ച ടെക്സ്റ്റ് ശരി തന്നെയാണ്, ഇപ്പൊ അതൊക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരണം. എന്റെ ഓർമ്മയിൽ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊരു വിഷയം. ഇനി മൂന്നാമത്തെ കാര്യം, എന്തിനാണ് ഇപ്പൊ ഈ ഹുക്കുമൊക്കെ ചോദിക്കുന്നത്? എന്തെങ്ങൾക്ക് ഇത്ര വേജാറ്? ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ വേജാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ ബിദ്അത്താണെന്ന് എഴുതി, അപ്പൊ ഞാൻ പറഞ്ഞു എന്തെന്ന്, പുണ്യകർമ്മമാണ്, അവിടെ നിൽക്കേണ്ടിയിരുന്നല്ലോ. ഞങ്ങളത് ഇവിടെ അടിക്കുക ചെയ്തു. പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറയാനുണ്ട് സുന്നത്താണ്, അതും കൂടി എഴുതി തന്നെ വേണം. എന്താ നിങ്ങൾക്ക് എഴുതാൻ മടി? അതും കൂടി എഴുതണം നിങ്ങൾ ഇതുവരെ എഴുതില്ല. എത്ര വട്ടം നിങ്ങൾ അത് പറഞ്ഞു? അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിന്റെ പേരിൽ തെറ്റണ്ട, എഴുതിക്കോളി, അവിടെ സുന്നത്താണ് എഴുതി. അത് എഴുതിയപ്പോ ന്യായമായ ആവശ്യം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. കറാഹത്താണോ എങ്കിൽ അത് എഴുതണം. എന്തത്ര പ്രയാസങ്ങൾക്ക്, ഇത്ര പ്രയാസം? ഹറാമാണോ അതിങ്ങോട്ട് എഴുതണം, അവിടെ എഴുതിക്കോളി. എന്തത്ര വലിയ പ്രയാസം? ഞങ്ങളോട് പ്രയാസം ഒന്നും കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് ന്യായമായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളോട് പറയുന്നുള്ളൂ. അതെല്ലാവർക്കും കൂടെ ബോധ്യപ്പെടുന്നുണ്ട്, കായപ്പൊടിക്കും നല്ലോണം ബോധ്യപ്പെട്ടിരിക്കണം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവിടെ അടിച്ചതൊക്കെ ശരിയെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചർച്ചയിൽ ആ രൂപത്തിൽ ഇറങ്ങി വന്നതുകൊണ്ട് അത് ശരിയാണ്, അത് ശരിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അഥവാ അടിസ്ഥാന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം എന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ആവുന്നുണ്ട്. ആ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാം, അടുത്ത വിഷയത്തിലേക്ക് കടക്കാം എന്ന് ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയാണ്. അതേ സ്ഥാനത്ത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? നേരെ മാറി. പിന്നെ നിങ്ങൾ കൊണ്ടുപോയത് എവിടേക്കാണ്? നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തതൊക്കെ ശരിയാണ്, ടെക്സ്റ്റ് ചെയ്തത് ശരിയാണല്ല പറഞ്ഞത്. ടെക്സ്റ്റ് നിങ്ങൾ അംഗീകരിച്ചു വന്ന ആ നിലപാടിന് വിരുദ്ധമായ വാക്കുകൾ അതിലുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. മധ്യസ്ഥൻ അബൂ തമീം ഇടപെടണം. നിങ്ങൾ നേരത്തെ ഇടപെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹനീഫ കായക്കൊടിയും ആ വിഷയത്തിലൊരു തീരുമാനത്തിലെത്തണം. നിങ്ങളടിച്ച ടെക്സ്റ്റ്, നിങ്ങളുടെ വാദം, ആ ടെക്സ്റ്റ് അത് ശരിയാണ് എന്ന് പിന്നെ നസു എന്നായിട്ടുള്ള ഉസ്താദ് പറഞ്ഞു എന്ന് നിങ്ങൾ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കഴിയുന്നവർ ഇല്ലെങ്കിൽ ഇല്ല എന്നിട്ട് അടുത്ത വാദങ്ങൾ, അടുത്ത കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകാം. കാരണം മധ്യസ്ഥർ ഇടപെട്ട ഒരു വിഷയമാണ്. നിങ്ങളുടെ മധ്യസ്ഥരാണ് ഈ വിഷയം ആദ്യം ഇടപെട്ടത്. അപ്പൊ അതിനൊരു തീരുമാനം പറഞ്ഞോ, തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞോ കൈകളിച്ചു.
ഒരു മാറ്റേണ്ട ആവശ്യമില്ല, ഒരു തെറ്റാന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ വാദത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, പ്രയാസാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ഭാഗം അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട് എന്ന് മാറ്റിയപ്പോ ഞങ്ങളുടെ ആ വാദത്തെ നിങ്ങളുടെ പ്രതിനിധി അംഗീകരിക്കുക തന്നെയാണ് ചെയ്തത്. അത് ഈ വാദം, ഞങ്ങളുടെ വാദം ശരിയെന്ന് പറഞ്ഞു എന്നല്ല, നേരെ മറിച്ച് ഈ വാദം, ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. അഥവാ ആ വാദത്തിൽ കുഴപ്പമില്ല, ഈ വാദത്തിൽ ചർച്ച ചെയ്യാം എന്ന നിലയിൽ തന്നെയാണ് നിങ്ങൾ സംസാരിച്ചത്. അവിടെ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഒരു വ്യത്യാസം അതിലില്ല, അത് ക്ലിയറാണ്, അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഉറച്ചിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട, നിക്കാക്കൊടിയൊക്കെ വലിയ ആളല്ലേ വലിയ ആളല്ലേ വലിയ ആളല്ലേ, അത് ഇന്ന വലുതാക്കിയിട്ട് നിങ്ങൾ വലുതാവുമെന്നും വേണ്ട. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. ഞങ്ങളുടെ വാദം, മുജാഹിദുകളുടെ വാദം പറഞ്ഞു. മുജാഹിദുകളുടെ വാദം പറഞ്ഞത് എന്താ? മുജാഹിദുകളുടെ വാദം പറഞ്ഞത് ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് സുന്നത്താണ് നിങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ആ സുന്നത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞത് എഴുതണം. ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞില്ലേ? അല്ലാതെ നിങ്ങളോട് ഞാൻ ഹുക്മ് ചോദിച്ചിട്ടേ ഇല്ല. ഹുക്മ് ചോദിച്ചു എന്ന് നിങ്ങൾ വെറുതെ പറയാൻ. ഞാൻ നിങ്ങളോട് ഹുക്മ് ചോദിച്ചിട്ടേ ഇല്ല. എവിടെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളോട് ഹുക്മ് ചോദിച്ചത്. ഞാൻ ഹുക്മ് ചോദിച്ചിട്ടേ ഇല്ല. നേരെ മറിച്ച് ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സുന്നത്താണ് എന്ന് പറഞ്ഞു എന്ന്. പക്ഷെ എഴുതിയപ്പോ ആ സുന്നത്താണ് എന്നുള്ള ഒഴിവാക്കി പുണ്യകർമ്മം മാത്രമാക്കി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ പറഞ്ഞ സുന്നത്താണ് എന്നത് എഴുതണം. ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞു. അഥവാ അത് അനാചാരമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അതല്ല, നബിചര്യയിൽപ്പെട്ടതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഈ ഹുക്കുമുപ്പെട്ട സുന്നത്തല്ല. ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സുന്നത്താണ് എന്ന് പറഞ്ഞത് ഹുക്കുമുപ്പെട്ട സുന്നത്ത് എന്നുള്ള നിരക്ക അല്ല. ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് ബിദ്അത്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് സുന്നത്താണ്, അഥവാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ വാദപ്രതിവാദത്തിൽ പറയേണ്ടൊക്കെ വാദപ്രതിവാദത്തിൽ തന്നെ പറയും. അവിടുന്ന് ഒരു സ്ഥലത്തൊന്നും ഞങ്ങൾ മാറില്ല. ഞങ്ങൾ ആദ്യം എഴുതിയത് അവിടെ തന്നെ നിങ്ങൾ എത്തിയല്ലോ. ഞങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ വന്നല്ലോ. ഇസ്തിഹാസ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഉദാഹരണം എന്താണ് വിഷയം എന്നുള്ളത്. അപ്പൊ വളരെ കൃത്യമായി ഞങ്ങളുടെ വാദം ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി. ഇനി നിങ്ങളുടെ വാദം നിങ്ങൾ രേഖപ്പെടുത്തി. പക്ഷെ സുന്നത്താണ് എന്ന് എഴുതേണ്ടി വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇത് അബദ്ധമാണ്. അതപ്പോഴാണ് നിങ്ങൾ നേരത്തെ അംഗീകരിച്ച, നേരത്തെ നിങ്ങൾ ആദ്യ ഒരു വർത്താനൊക്കെ പറഞ്ഞിരുന്നു എന്തിനാണ് നാട്ടിൽ പ്രചാരത്തിലുള്ള. അപ്പൊ ഞാൻ നിങ്ങൾ കൂട്ടായോ ഒറ്റക്കോ കൂട്ടായോ ഗദ്യപദ്യ സമ്മിശ്രം എന്നൊക്കെ എഴുതിയത് എന്തിനാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അവിടെ വിട്ടു. പിന്നെ നിങ്ങൾ അതിനെതിരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് അതും ഒരിക്കൽ സമ്മതിച്ചതിന് ശേഷം ഇതില് പ്രയാസമില്ല എന്ന തരത്തിൽ നിങ്ങൾ പരാമർശം നടത്തിയതിന് ശേഷം വീണ്ടും സുന്നത്താണ് എന്ന് എഴുതേണ്ടി വന്നപ്പോഴാണ് സുമ്മനുക്കിസുകാലാറു തല വിരിയാൻ തുടങ്ങിയത്. അപ്പോഴാണ് നിങ്ങൾ നേർക്കുനേറിലിരുന്ന് വീണ്ടും മാറാൻ തുടങ്ങിയത്. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇവിടെ രണ്ട് കൂട്ടരുടെയും വാദം വളരെ കൃത്യമാണ്. ഇനി ആ വാദപ്രതിവാദം നടത്തണം. അതിനാവശ്യമായ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരണം. വാദം വളരെ കൃത്യമാണ് രണ്ട് കൂട്ടരുടേതും. ആര് കണ്ടാലും പറയും ഇത് രണ്ടും വാദമാണ്, വാദപ്രതിവാദം നടത്തേണ്ട വാദങ്ങളാണ് എന്ന് വളരെ കൃത്യമായി പറയും. അതിന്റെ പ്രസക്തിയില്ല അമീർ. കാരണം ഞങ്ങൾ ബിദ്അത്താണെന്ന് പറഞ്ഞു, നിങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞു. അഥവാ ഞങ്ങൾ അനാചാരമാണെന്ന് പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. നിങ്ങൾ സദാചാരമാണ്, സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ സുന്നത്താണ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ സുന്നത്താണ് എന്ന് പറഞ്ഞത്. നിങ്ങളുടേത് വാദമല്ല എന്ന് ഇപ്പോഴല്ല പറയേണ്ടത്. നിങ്ങൾ ആകെ വാദത്തിന് പറഞ്ഞ പ്രയാസം എന്തായിരുന്നു? ഒന്ന്, എല്ലാ മൗലിദും പെടുന്നില്ല, ബോധ്യപ്പെടുത്തി തന്നു എല്ലാ മൗലിദും പെടുന്നു. രണ്ടാമത് നിങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ ഭാഗം ഒഴിവാക്കണം. രണ്ടാമത്തെ ഭാഗം ഒഴിവാക്കി തന്നു നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി. എന്നിട്ടിപ്പോ നിങ്ങളുടേത് വാദമല്ല എന്ന് പറയുന്നത് സുന്നത്ത് എഴുതേണ്ടി വന്ന പ്രയാസം കൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ARCKP പിന്നെ മൈക്കെടുത്തിട്ട് പിന്നെ സംസാരിച്ചല്ലോ മധ്യസ്ഥ ഇടപെടുന്നവർക്കാൾക്ക്. അപ്പൊ നസൂഹിനോട് ചോദിക്കേണ്ടത്, നസൂഹി കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാദം പിന്നെ അതില് ആദ്യം മുജാഹിദുകൾ എഴുതിയ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലൂദ്, ഷറഫുൽ മൗലൂദ്, സിദ്ദീഖ് മൗലൂദ് തുടങ്ങിയ മൗലൂദുകളും മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദ്ർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ച് ചൊല്ലുന്നത് ബിദ്അത്താണ്. അതിനുശേഷമുള്ള അവയിൽ ശിർക്കും കള്ളക്കഥകൾ ഉൾക്കൊള്ളുന്ന വരികളുണ്ട് എന്ന ഭാഗം ഒഴിവാക്കിയപ്പോ എന്താണ് നസൂഹ് പറഞ്ഞത്? ശരിയായിട്ടുണ്ട് എന്നാണ് എഴുതിയത്.
ആ വാദം മേലത്തല്ല ഞാൻ പറഞ്ഞത്, മൊത്തം ശരിയായിട്ടുണ്ടോന്നുള്ളതല്ല. എന്താണ് നസൂഹ് പറഞ്ഞതെന്ന് കേൾക്കാൻ നസൂഹിന്റെ താല്പര്യമുണ്ട്. പിന്നെ നേരെ തൊട്ട് മുന്നത്തെ ക്ലിപ്പിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അംഗീകരിച്ചു, അതെന്താന്നുള്ളത് നസൂഹ് പറഞ്ഞാൽ അത് വ്യക്തമാവും സംഭവം. ഓക്കെ, KRCKP പിന്നെ ഇടപെട്ടിട്ട് വല്ലാണ്ട് ചൂടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നസൂഹ് മൈക്കെടുത്തോളൂ. എന്താ മാറ്റാനല്ല പറഞ്ഞത്, ഏതായാലും പിന്നെ നസൂഹ് പറയട്ടെ എന്താണ് പിന്നെ അതിൽ നിന്ന് മാറ്റം വന്നപ്പോ നസൂഹ് എന്താണ് പറഞ്ഞതെന്നല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വോയിസിൽ തന്നെ വിശദമായി കായക്കൊടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ചർച്ചകൾ നമ്മൾ തുടർന്നു വന്നപ്പോ ചർച്ചകളിലൂടെ ഈ രൂപത്തിൽ നിങ്ങൾ എഴുതിയ രൂപത്തിൽ ഒരൊറ്റ സംവാദം കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിശദമായ ചർച്ചകൾ ആവശ്യമുണ്ട്. അടിസ്ഥാനപരമായ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച നടത്തണം. അത് സുന്നത്താണോ ബിദ്അത്താണോ എന്ന വിഷയം നമ്മൾക്ക് എന്തായിരിക്കണം, പറ്റൂല എന്നുള്ള വിഷയം നമുക്ക് തീരുമാനമാക്കണം. അതുകൊണ്ട് അതാദ്യം ചർച്ച നടക്കട്ടെ. അതിന്റെ ശേഷം നമുക്ക് വിശദമായ രൂപങ്ങളിലേക്ക് ഓരോരോ ഉദാഹരണങ്ങളിലേക്കും അല്ലെങ്കിൽ വ്യത്യസ്ത മൗലിദുകളിലേക്കും അതിന്റെ പരാമർശങ്ങളിലേക്കും വിശദമായി തന്നെ കടക്കാം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഇത് കുറിയായി പല അവസരങ്ങളിലായി ചർച്ച തുടർന്നു. കായക്കൊടിക്കും നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായി, ശരി തന്നെയാണെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ആ രൂപത്തിലേക്ക് ഇറങ്ങി വരികയും വേണമെങ്കിൽ നമുക്കത് കുറക്കാം, വേണമെങ്കിൽ അത് കട്ട് ചെയ്യാതെ ഒഴിവാക്കാം എന്നിങ്ങനെ അവസ്ഥകളിലേക്കൊക്കെ നീങ്ങി വന്നപ്പോൾ അതെങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, ശരിയായ രൂപത്തിലേക്ക് ഇപ്പൊ നമ്മൾ വരുന്നുണ്ട്. നമുക്ക് ആ രൂപത്തിൽ എന്താക്കണം, ചർച്ച ചെയ്യണം എന്ന നിലക്കാണ് ഞാൻ കഴിഞ്ഞ വോയിസുകളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കായക്കൊടി സംസാരിച്ച് 4 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. ആ 4 മിനിറ്റ് എനിക്കും വേണം. കായക്കൊടിയോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വ്യക്തമായി ഞങ്ങൾ എഴുതി, എന്തെന്നാ എഴുതിയത്, പുണ്യകർമ്മമാണ് എന്ന് എഴുതി. ഈ പുണ്യകർമ്മമാണ് എന്ന് എഴുതിയത് മൈക്ക് തരൂ എന്ന് പറയുമ്പോ ആയിക്കോട്ടെ മക്ക് നിങ്ങൾക്ക് ഇൻഷാല്ലാ മൈക്ക് തരും. ശരിയായ രൂപത്തിൽ ഇപ്പൊ കഴിഞ്ഞല്ലോ, വിഷയം കഴിഞ്ഞില്ലേ, എഴുതി വന്നപ്പോ രണ്ടാമത്തെ ഭാഗം ഒഴിവാക്കിയപ്പോ ശരിയായ രൂപത്തിൽ ആയിട്ടുണ്ട്. അതിന്റെ മേൽ നമുക്ക് ചർച്ച തുടരാം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. വിഷയം തീർന്നല്ലോ, കഴിഞ്ഞില്ലേ, എന്തിനാണ് വേറെ വിഷയം? അപ്പൊ ശരി, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നസൂഹ് മൈക്കെടുത്തോളൂ. ഓക്കെ, അതിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ റൈറ്റ്, ഇനി നിങ്ങൾക്ക് 2.5 മിനിറ്റ് ബാക്കിയുണ്ട്. ഇതിനപ്പോ ഞാൻ വിചാരിച്ചിപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ വളരെ കാര്യമായിട്ട് ഇപ്പൊ ഉണ്ടാവും, ഒരു അഡ്മിൻ വന്നിട്ട് ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോ ഞാൻ കായക്കൊടി ഇവിടെ അടിച്ച ടെക്സ്റ്റും നിങ്ങളിവിടെ ടെക്സ്റ്റൊക്കെ ശരിയാണെന്ന് ഞാൻ പറഞ്ഞൊരു വോയിസ് കേൾക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായി കണ്ടില്ല. ഏതെങ്കിലും ആവട്ടെ, ഇവിടെ വ്യക്തമായി ഞങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രൂപത്തിൽ പുണ്യകർമ്മമാണെന്ന് എഴുതിയത് മതിയാവാതെ, പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ, സുന്നത്ത് എന്നല്ലേ? ഈ കായക്കൊടിക്ക് അതും അറിയില്ലേ? പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്ത് പുണ്യകർമ്മത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താ. അപ്പൊ എന്തിനാ കായപ്പൊടി അതൊക്കെ? ഞങ്ങളത് എഴുതിയപ്പോ സുന്നത്ത് എന്ന് നിങ്ങൾ എഴുതിച്ചപ്പോ ഹുക്കുമല്ല ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഹുക്കുമന്നെ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഹുക്കും പറയാൻ പറ്റുമോ? ഹുക്കുമല്ല ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾ പറയുന്ന ഹുക്കുമന്നെയാണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളത്. സുന്നത്താണ് എഴുതിയ ഹുക്കുമന്നെയാണ്. ഇങ്ങനെ ഹുക്കും പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഹുക്കും പറയാൻ നിങ്ങളുടെ വാദം ബിദ്അത്ത് എന്നത് അവ്യക്തമാക്കിയിടാതെ വ്യക്തമായ ഹുക്കും പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഉണ്ടെങ്കിൽ അതാ ഞങ്ങൾക്ക് കാണേണ്ടത്. കായപ്പൊടിയാണ് ചോദിക്കുന്നത്. ഹുക്കും പറയാൻ നിങ്ങൾക്ക് കഴിയോ? അങ്ങനെ കൃത്യമായ ചർച്ച, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് കഴിയണം. അതല്ല, ഞങ്ങൾ ഈ എഴുതിയ വാദം ഈ രൂപത്തിൽ ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, ഞങ്ങൾ ഈ എഴുതിയ വാദം നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ അത് പറയണം. ഉണ്ടെങ്കിൽ ഈ മൗലിദ് നടത്തുക, മഹാന്മാരുടെ മഹത്വങ്ങളും പ്രകീർത്തനങ്ങളും പാടുകയും പറയുകയും ചെയ്യുക എന്ന അടിസ്ഥാനപരമായ മൗലിദ് നടത്തുക എന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നതാണോ നിങ്ങളുടെ നിലപാട്? എന്നാൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. എന്തെന്ന് അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങൾ പറയാ. പിന്നെ നാട്ടിൽ പ്രചാരത്തിൽ നിൽക്കുന്ന പല മൗലിദുകളും ഉദാഹരണമായിട്ട് എഴുതിയിട്ടുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉദാഹരണത്തിന് വേണ്ടി എഴുതാം. ആ മൗലിദുകളിൽ പല പ്രശ്നങ്ങളുണ്ട്, ശിർക്കുണ്ട്, കുഫറുണ്ട്, കെട്ടുകഥകളുണ്ട്. അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് അടുത്ത വാദം എഴുതാം. ഇത് ശരിയാണോ, ഞങ്ങൾ എഴുതിയ വാദം ശരിയാണോ തെറ്റാണോ അത് നിങ്ങൾ പറയണം. തെറ്റാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തണം. അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തണം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് യോജിക്കാത്ത തരത്തിലുള്ള വാക്കുകൾ നിങ്ങളുടെ വാദത്തിൽ നിന്ന് ഒഴിവാക്കണം.
നിങ്ങളുടെ വാദത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് ന്യായമായ ആവശ്യം മാത്രമേ ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ. അത് ഒന്ന്. രണ്ടാമത്തത് ഹുക്മ് കൃത്യമായി പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ അത് നിങ്ങൾ പറയണം. തികച്ചും ന്യായമായ വാദമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടും ഒരു വാദം ന്യായാവില്ല. ഇവിടെ ആദ്യം വാദം എഴുതിയത് ഞങ്ങളാണ്. ഞങ്ങൾ വാദം ആദ്യം പറഞ്ഞു. എന്താണ്? ഈ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകളും മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദർമാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലുന്നത് ബിദ്അത്താണ്. അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട് എന്ന വാദം ആദ്യം ഞങ്ങൾ എഴുതി. ഈ വാദത്തെ പറ്റിയുള്ള ചർച്ച നടക്കുന്നതിനിടയിൽ നിങ്ങൾ പറഞ്ഞു അത് സുന്നത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായും ബിദ്അത്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞു, സുന്നത്താണ് എന്ന് നിങ്ങളും പറഞ്ഞു. എന്നാൽ പിന്നെ എഴുതിയപ്പോ ആ സുന്നത്താണ് എന്ന പദം നിങ്ങൾ ഒഴിവാക്കി. പകരം പുണ്യകർമ്മമാണ് എന്ന് എഴുതി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതല്ല, നിങ്ങൾ സുന്നത്താണ് എന്ന് പറഞ്ഞതാണല്ലോ, ആ സുന്നത്താണ് എന്ന് നിങ്ങൾ എഴുത്. അത് പുണ്യകർമ്മം ഏത്, സുന്നത്ത് ഏത്, എന്തുകൊണ്ട് പുണ്യകർമ്മം പോരാ, സുന്നത്ത് പോരാ എന്ന് പറയാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് അപ്പൊ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് സുന്നത്ത് പുണ്യനാൽ എന്താ കായക്കൊടി, പുണ്യെല്ലാം സുന്നത്താവോ, സുന്നത്തിന് പുണ്യം എന്ന് പറയോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളെ സുന്നത്താണ് എന്ന് എഴുതി. ഇനിയിപ്പോ പുണ്യകർമ്മം എന്നുള്ള നിലക്കാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ നിങ്ങൾ ഇതിനെ എന്നോട് ഹുക്മി ചോദിക്കണത്? പുണ്യകർമ്മം എന്നുള്ള നിലത്തെ പുണ്യകർമ്മം എന്നതിന്റെ അറബി ആയിട്ടാണ് നിങ്ങൾ സുന്നത്ത് എന്ന് എഴുതിയതെങ്കിൽ നിങ്ങൾ എന്നോട് ഹറാമോ കറാഹത്തോ ചോദിക്കണോ? അപ്പൊ നിങ്ങൾ എഴുതിയത് എന്താണ്? ബിദ്അത്ത് എന്നതിന്റെ എതിരായി നമ്മൾ പറയുന്ന സുന്നത്താണ്. അഥവാ ഞങ്ങൾ ബിദ്അത്താണെന്ന് പറഞ്ഞു, നിങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞു. ഞങ്ങൾ അനാചാരാന്ന് പറഞ്ഞു, നിങ്ങൾ നബിചര്യാന്ന് പറഞ്ഞു. അപ്പൊ നബിചര്യയാണ് എന്ന് നിങ്ങളോട് എഴുതിപ്പോയി. എന്നാൽ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളും പറയാത്ത ഉദാഹരണങ്ങളും ഒക്കെ അടങ്ങിയ മൗലിദുകളായാലും മാലകളായാലും ഇലാ യൗമിൽ ഖിയാമ തെളിവ് നിങ്ങൾക്ക് കാണൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ അരികില് ജനങ്ങൾ മഴക്ക് വേണ്ടി തേടി ചെന്നിട്ടുണ്ട്. ഒരു സഹാബിയും തുണിപൊക്കി മൂത്രയിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പോയിക്കോ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ആ ജാതി ഏർപ്പാടിനൊന്നും തെളിവ് നിങ്ങൾക്ക് കിട്ടൂല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് നിങ്ങൾ മെല്ലെ ഒഴിഞ്ഞു മാറിയത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വാദം പറ്റാതായി, അത് അടിമുടി പൊളിയെ. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ വാദത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഇറക്കം ഇറങ്ങിയിട്ടില്ല. ആദ്യത്തെ ഞങ്ങളെ വാദം തന്നെ ഞങ്ങൾ പറഞ്ഞത് വാദം കൃത്യമായി, ഇരു വിഭാഗത്തിന്റെയും വാദം കൃത്യമാണ്. നിങ്ങളുടെ വാദം കൃത്യമാണ്. നിങ്ങളുടെ പിഴച്ച വാദം വളരെ കൃത്യമായി തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്നു. കാരണം നിങ്ങൾ എല്ലാവരോടും പറയലതാണ് ഇത് സുന്നത്താണെന്നും ഇതിന് കൂലിയുണ്ടെന്നും ഒക്കെയാണ് നിങ്ങൾ പറയാറുള്ളത്. ഞങ്ങളുടെ വളരെ കൃത്യമായ വാദം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് ബിദ്അത്താണ്. ഏത് മൗലിദായാലും ഏത് മാലയായാലും, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ചില മാലകൾ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തി. ഞങ്ങളുടെ വാദം വളരെ കൃത്യമാണ്. എത്ര കൃത്യമല്ല എന്ന് പറഞ്ഞാലും ഇതുണ്ടല്ലോ, നിങ്ങൾ ഒഴിഞ്ഞു മാറുന്ന രീതി, വഴുതിപ്പോകുന്ന രീതി ഇത് കേൾക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ്. നിങ്ങൾ ഈ വാദം നിങ്ങളുടെ തലക്കേറ്റ അടിയാണ്. നിങ്ങളുടെ മുഴുവൻ വാദങ്ങളെയും തകർച്ച കളയുന്ന വാദമാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഇത് കേൾക്കുന്ന ആർക്കും ബോധ്യപ്പെടും. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ വളരെ കൃത്യമായി അത് ബോധ്യപ്പെടും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറണം. കാരണം ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സുന്നത്താണ് എന്ന് പറഞ്ഞു പോയി. ഊരിയത് ആരാണെന്നറിയാം. ഞങ്ങളുടെ വാദം കൃത്യമാണ്, അത് ശരിയാണ് എന്ന് നിങ്ങളെ പ്രയാസം പറഞ്ഞ വാദം മാറ്റിയപ്പോ അംഗീകരിച്ച ആളാണ് നിങ്ങളുടെ പ്രതിനിധി. എന്നിട്ടും നിങ്ങൾ പിന്നെ നാട്ടുപ്രചാരമുള്ള നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഒഴിയുന്നത്? നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള എന്ന ഒരു വാദം ഞങ്ങളുടെ വാദത്തിൽ എഴുതി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറേണ്ട ഒരു ഗതികേടിലേക്ക് ബിദ്അത്ത് എന്നത് ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ പോരാ, ഞങ്ങളെ ഹറാം കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമാണ്. ഒഴിഞ്ഞു മാറുകയാണ്. ഞങ്ങൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ഇവിടെ കാതുള്ളവരൊക്കെ കേട്ടതാണ്. ഞങ്ങൾ ഇവിടെ വ്യക്തമായി നിങ്ങൾ എഴുതിയ വാദം, നിങ്ങൾ ഇവിടെ ടെക്സ്റ്റ് അടിച്ച വാദത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം ചർച്ച
തുടങ്ങി. ഈ ചർച്ച ഉപകാരപ്രദമല്ല എന്ന് ഞങ്ങൾ പല കുറിയായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. അപ്പൊ നിങ്ങൾ ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്നതിനെ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ശരിയാണ്, നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ രൂപത്തിലേക്ക് നീങ്ങാം എന്ന് പറഞ്ഞു. ഇതിനെ നിങ്ങൾ ഇപ്പൊ വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങളിവിടെ അടിച്ച ആ ടെക്സ്റ്റ് അത് ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് മിതമായ ഭാഷയിൽ കളവാണ്. അത് തെളിയിക്കാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ പറഞ്ഞതും ഞാൻ വിശദമായി പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പുണ്യകർമ്മം എന്ന് ഞങ്ങൾ എഴുതി. പിന്നെ നിങ്ങൾ എന്തിനോട് ഹുക്കുമ് ചോദിക്കുന്നത്? എന്താ എന്റെ മോനെ, കാഹിക്കൊടിയെ പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ കിതാബോധി പഠിച്ചാൽ തീരും. ഒന്നുകിൽ അത് വാജിബാണ്, അതല്ലെങ്കിൽ സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ വാജിബിന്റെ മുക്കാബിലിൽ പറയുന്ന സുന്നത്താണ്. ഇത് തന്നെയാണ്, ഈ സുന്നത്ത് തന്നെയാണ് ഞാൻ വ്യക്തമായി പറയുന്നു. ഈ സുന്നത്ത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ സുന്നത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ നിർബന്ധമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊണ്ട് എഴുതിച്ചതാണ്. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ പിന്നെ മൂപ്പരിപ്പോ പറയാം, ഇപ്പൊ ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ റസൂലുള്ളാഹിന്റെ ചര്യ എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ ചര്യ? കായക്കോടിന്റെ ചര്യ? പുണ്യകർമ്മം എന്ന് എഴുതി കൊടുത്താണല്ലോ നിങ്ങൾ സുന്നത്ത് എന്ന് എഴുതാൻ പറഞ്ഞത്. ഈ സുന്നത്ത് എന്ന് പറയുന്ന വാക്ക് റസൂലുള്ളാഹിന്റെ ചര്യ എന്നാണെങ്കിൽ അന്നാ ഉദ്ദേശിച്ചത്. ആ പുണ്യകർമ്മം എന്ന് എഴുതിയാൽ പിന്നെ ആര് ചര്യ നിങ്ങൾ ഉദ്ദേശിക്കല്? ആരോടാ മോനെ ഈ കളിയൊക്കെ? ഇതൊക്കെ സാധാരണ ആളുകൾക്ക്, ഏത് പൊട്ടന്മാർക്കും തിരിയുന്ന വർത്തമാനങ്ങളല്ലേ, സാധാരണ കുട്ടികൾക്ക് തിരിയില്ലേ. നിങ്ങൾ അവിടെ സുന്നത്ത് എന്ന് എഴുതാൻ പറഞ്ഞു, ഞങ്ങളത് എഴുതിയതുകൊണ്ട് വ്യക്തമായി ഞങ്ങൾ പറയുന്നു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ വാജിബിന്റെ മുഖാബിലിൽ പറയുന്ന, ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്ന, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്ത കാര്യമാണ് ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹുക്മ് തന്നെയാണ്. നിങ്ങൾക്ക് കഴിയോ? ആവർത്തിച്ച് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് കഴിയുമോ ഹുക്മ് പറയാൻ? ഞങ്ങൾ ഈ ചെയ്യുന്ന മൗലിദുകളെ സംബന്ധിച്ച് കറാഹത്ത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതല്ല, ഞങ്ങൾ ചെയ്യുന്ന മൗലിദുകളെ സംബന്ധിച്ച് ഹറാം എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഉണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ ഇത്രയും സമയം നിങ്ങൾ അത് ചെയ്യേണ്ടതായിരുന്നു. 15 റൗണ്ട് ഇവിടെ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന മൗലിദിനെ സംബന്ധിച്ച് കറാഹത്ത് എന്ന് പോലും പറയാൻ, തുറന്ന് എഴുതാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാ ഹുക്മ് ചോദിക്കുന്നത്? ഹുക്മ് മാന്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ എതിർവശത്തോട് ഞങ്ങൾ ചോദിച്ചത് മാന്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. ആ കളി ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ വിലപ്പോവില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ നിങ്ങൾ എഴുതാൻ ഇത്ര സമയമായിട്ട് തയ്യാറാവാതിരുന്നത്? കഴിയില്ല മക്കളെ നിങ്ങൾക്ക്. പിന്നെ കായക്കോടിനെ വലുതാക്കിയിട്ട് ഞാൻ വലുതായതൊന്നും അല്ല എന്റെ കായക്കോടി. അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, കായക്കോടി അങ്ങനെ വലുതല്ലാന്ന് എനിക്ക് നല്ല അറിയാലോ, അതുകൊണ്ടല്ലേ കായക്കോടിനോട് ഞാൻ അതൊക്കെ അങ്ങനെ ചോദിക്കുന്നത്. ഹുക്മ് ഞാൻ പറഞ്ഞ കായക്കോടിന്റെ അടപ്പൂരെന്ന് എനിക്കറിയാലോ. ഇപ്പൊ മൂത്തലക്ക് എന്ന് പറഞ്ഞപ്പോ തന്നെ കായക്കോടിന്റെ കോലം എനിക്ക് തിരിഞ്ഞല്ലോ, വലിപ്പം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതൊന്നുമല്ല. അങ്ങനൊന്നും ബൂതി വെക്കും വേണ്ട, അങ്ങനൊന്നും ഞങ്ങൾ അങ്ങനെ പറയൂല, അങ്ങനെ ആരും ബൂതി വെക്കും വേണ്ട. അതുകൊണ്ട് വ്യക്തമായി ഞങ്ങൾ പറയാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല, ഹുക്മ് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, ഹുക്മ് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കുകയില്ല, സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇത്രയും സമയം ചർച്ച നടത്തിയിട്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ വിഷയത്തെ ചർച്ച ചെയ്താൽ നിങ്ങളുടെ പല വാദങ്ങളും ഒലിച്ചു പോകുമെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ അടിസ്ഥാന വിഷയമാണ് ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറെങ്കിൽ പിന്നെ എന്തിനാ ഓരോരോ ഉപാധികൾ കൊടുക്കുന്നത്? അടിസ്ഥാന വിഷയം ചർച്ച ചെയ്യണ്ടേ? അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ രൂപത്തിൽ വരാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഞങ്ങൾക്ക് നിങ്ങളിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മധ്യസ്ഥന്മാർ ഇടപെടണം. അബൂ തമീം, നിങ്ങൾ മുന്നോട്ട് വരണം. നമ്മൾ പറഞ്ഞ 15 റൗണ്ട് 2 വിഭാഗവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ പ്രഭാഷകർ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾക്ക് അവസരമില്ല. ഇനി മധ്യസ്ഥർ ഇടപെട്ടുകൊണ്ട് വിഷയത്തിൽ പിന്നെ ഒരു തീരുമാനത്തിലെത്തണം. കാരണം ഞാൻ അബൂ തമീമിന് വേണ്ടി മൈക്ക് റൈസ് 15 റൗണ്ട് ആയില്ലല്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ? 15 റൗണ്ട് 2 വിഭാഗവും സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, ഞാൻ മൈക്ക് റൈസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മുടെ വിഷയം ആ തുടക്കം മുതലേ നമ്മൾ ഒരു വാദം എഴുതിയിട്ടുണ്ട്. മുജാഹിദ് വശത്തുനിന്ന് ഒരു വാദം എഴുതി, പിന്നെ നമ്മുടെ ആ എഴുതി അതിനുശേഷം വിദേത്താണെന്ന് വരെയുള്ള ഒരു വാദം നമ്മളവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്.
നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലീദ്, ഷറഫുൽ അനാം മൗലീദ്, സിദ്ദീഖ് മൗലീദ് തുടങ്ങിയ മൗലീദുകളും മൊഹീദ്ദീൻ മാല, റിഫായ് മാല, ബദ്ർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ചു ചൊല്ലുന്ന ബിദഅത്താണ്. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമായിട്ട് എഴുതിയതാണ്. അതിന് മറുപടിയായിട്ട് മഹാന്മാരെ മദീജിയ മാല മൗലിദ് ഗദ്യരൂപത്തിൽ ചെല്ലുന്ന സുന്നത്താണ്, പുണ്യകർമ്മമാണ് ഇന്ന് രണ്ടാമത് സുന്നി പക്ഷത്തു നിന്ന് വാദം ചെയ്തിട്ടുണ്ട്. ഇതില് നമുക്ക് സംവാദം നടത്താൻ സാധിക്കോ ഇല്ലയോ, അതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഈ വാദത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സംവാദം നടത്താൻ പറ്റുമോ ഇല്ല ARCKP എന്ന് പറയാ. ഈ രണ്ട് വാദം, ആദ്യം മുജാഹിദ് പക്ഷം വാദം പറഞ്ഞു, അതിനുശേഷം സുന്നി പക്ഷം അതിന് മറുപടിയായിട്ട് ആദ്യം എഴുതിയത് മുജാഹിദ് പക്ഷമാണല്ലോ, അവർ തുടക്കത്തിലെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം സുന്നി പക്ഷം അതിനോട് മറുപടിയായി കൗണ്ടറായിട്ട് എഴുതിയ ഒരു വാദമുണ്ട്. മഹാന്മാരെ മദ്ഹിജിയ മാല മൗലിദ് ഗദ്യരൂപത്തിൽ ചെല്ലുന്നത് സുന്നത്താണ്, പുണ്യകർമ്മമാണ്. രണ്ട് വാദങ്ങൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് നമുക്ക് സംവാദം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പറ്റുമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, ഇനി പറ്റില്ലെങ്കിൽ അത് ARCKP എന്ന് പറയാം മൈക്കെടുത്തിട്ട്. ഓക്കെ, ഇൻഷാല്ലാഹ്. രണ്ട് വാദങ്ങൾ ഇവിടെ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബൂത്തമീമി അതല്ല ഇത്ര നേരം ഈ 15 റൗണ്ട് രണ്ട് വിഭാഗവും സംസാരിച്ച, പിന്നെ അത് നമ്മൾ വീണ്ടും സംസാരിച്ചിട്ട് സമയം കളേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് മൗലിദിന്റെ പേരുകൾ, കുറെ മൗലിദിന്റെ പേരെടുക്കുക, ആ പേരുകളൊന്നും വേണ്ട. മൗലിദ് മൊത്തത്തിൽ പൊതുവെ മൗലിദിനെ കുറിച്ച് മതി എന്നൊക്കെ ഇത് ഇത്ര നേരം 15 റൗണ്ട് അതിനെ കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെ ഒരു വിഷയം നിങ്ങൾ ഇനിയിപ്പോ DC ആയപ്പോൾ കൊണ്ട് കേട്ടിട്ടില്ല എന്നാണെന്ന് അറിയില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി ഒരു വാദം, ഞങ്ങളും ഒരു വാദം, രണ്ട് കൂട്ടം രണ്ട് വാദം എഴുതി. അപ്പൊ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഇത് പറഞ്ഞതിൽ തെറ്റുണ്ട്. നിങ്ങൾ പറഞ്ഞത് പുണ്യകർമ്മമാണ് സുന്നത്താണ് എന്ന് എഴുതിയെന്ന്. അങ്ങനല്ല, പുണ്യകർമ്മമാണ് എന്ന് മാത്രം എഴുതി, അത് പറ്റൂല സുന്നത്ത് എഴുതണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ തിരുത്തിക്കൊണ്ട് സുന്നത്ത് നിങ്ങൾക്ക് വേണ്ടി സുന്നത്താണെന്ന് എഴുതി, അതിനെ ഹുക്കം എഴുതി. എന്നിട്ട് നിങ്ങളോട് നിങ്ങൾ ബിദഅത്താണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ നിങ്ങളും അതിന്റെ ഹുക്കം എഴുതണം. എന്താണ്, കറാഹത്താണോ ഹറാമാണോ? അതിനുവേണ്ടി ഒരുപാട് തവണ ചോദിച്ചു, പക്ഷെ നിങ്ങൾ എഴുതിയിട്ടില്ല, ഇതുവരെ എഴുതിയിട്ടില്ല. ഞങ്ങൾ പുണ്യകർമ്മമാണ് എന്ന് എഴുതി, അത് പറ്റൂല സുന്നത്താണ് എന്ന് എഴുതണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ആളുകൾ താഴെക്കടയിലേക്ക് കുറച്ചും കൂടി താണുകൊണ്ട് എങ്ങനെയെങ്കിലും സംവാദം ഒന്ന് നടക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് സുന്നത്ത് ആണ് എന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി കൂട്ടിച്ചേർത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ വാദത്തിന് പകരമായിട്ട് ചുരുങ്ങിയത് ഇങ്ങനെ തന്നെ മഹാന്മാരെ മദദ് ചെയ്യാൻ മാല മൗലൂദുകൾ ഗദ്യരൂപത്തിൽ ചൊല്ലുന്നത് ബിദഅത്താണ്, ഹറാമാണ്, അത്രയൊക്കെ നമുക്ക് പ്രശ്നമില്ല. ഇവരിപ്പുറത്ത് എഴുതിയല്ലോ പുണ്യകർമ്മമാണ് സുന്നത്താണെന്ന് എഴുതി. നിങ്ങൾ എഴുതിക്കോ ബിദഅത്താണ് ഹറാമാണ്, അല്ലെങ്കിൽ പോയിട്ട് ബിദഅത്താണ് കറാഹത്താണെന്ന് എഴുതിക്കോ. എന്നിട്ട് നമുക്ക് സംവാദം നടത്താം. ഞാൻ മൈഗ്രഹിച്ചു. നമ്മള് ആദ്യം സംവാദത്തിന്റെ എഴുതിയപ്പോ രണ്ടാമതൊരു ഭാഗം മാറ്റി. അപ്പോ അതിന്റെ ഇടയ്ക്ക് അത് സംസാരത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ച നസൂഹ് ഉസ്താദ് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുകയും എന്നാൽ നിങ്ങളുടെ എഴുത്തിൽ അത് വന്നിരുന്നില്ല തുടക്കത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദ് പറയുകയും ഉസ്താദ് വാദത്തിൽ സുന്നത്താണെന്ന് പറയുകയും എന്നാൽ നിങ്ങൾ എഴുതുമ്പോഴൊക്കെ പുണ്യകർമ്മമാണെന്ന് എഴുതുകയും ചെയ്തു. എന്നാൽ എന്ത് ചെയ്തിട്ടില്ല, അത് എഴുത്തിൽ വന്നിട്ടില്ല. അത് എഴുത്തിലേക്ക് കൂടി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ അത് എഴുത്തിൽ ചേർത്തത്. അങ്ങനെയാണ് അല്ലേ? അങ്ങനെയല്ലേ ഉസ്താദ് ആദ്യം പറഞ്ഞിട്ടില്ലേ? ഉസ്താദിനോട് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ആ സമയത്ത് കായക്കൂടി സൂചിപ്പിച്ചു, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞത് അങ്ങ് എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വാക്കാൽ പറയുന്ന സംഗതി അങ്ങ് എഴുത്തിൽ കൂടി വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോ സംഗതി പറഞ്ഞു, അതങ്ങ് എഴുതി. അത് ആദ്യം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ആ എഴുത്തിൽ വന്നേ ഉള്ളൂ. അതുകൊണ്ട് സംവാദം നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ബിദഅത്താണെന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് കൗണ്ടറായിട്ടാണ് എഴുതുന്നത്. ബിദഅത്താണെന്ന് എഴുതി കഴിഞ്ഞപ്പോ അതിന് കൗണ്ടറായിട്ടാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ബിദഅത്താണെന്ന് എഴുതുമ്പോൾ തന്നെ പറയാമായിരുന്നു, തുടക്കത്തിൽ തന്നെ പറയാമായിരുന്നു. ബിദഅത്താണെന്ന് എഴുതുന്ന സമയത്ത് തന്നെ പോരാ, നിങ്ങളുടെ വാദം ശരിയല്ല, ഞങ്ങൾ കൗണ്ടർ എഴുതണമെങ്കിൽ ബിദഅത്താണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്ന് പറയണമായിരുന്നു. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സംഗതി ആ വാദം മങ്ങിയതിനു ശേഷം പിന്നീട് അതിന്റെ രണ്ടാമത്തെ ഭാഗം മാറ്റാമെന്നും പറഞ്ഞു, അതും മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനിയൊരു സംവാദത്തിന് ഒരിക്കലും ഒരു തടസ്സമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഉസ്താദിന്റെ അഭ്യർത്ഥന മാനിച്ച് രണ്ടാമതൊരു ഭാഗം മാറ്റുകയും ഇതാ ശരിയിലേക്ക് വരുന്നുണ്ട്, ഇപ്പൊ ഏകദേശം ശരിയായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നസൂഹ് ഉസ്താദ്
സംസാരിക്കുകയും ചെയ്തു. അപ്പോ ആ ശരിയായതും അതിനുശേഷം നിങ്ങൾ കൗണ്ടറായിട്ട് എഴുതിയതും അത് ഉസ്താദ് പറഞ്ഞതാണ്, സുന്നത്താണെന്ന് പറഞ്ഞത് നിങ്ങൾ എഴുതിയെന്ന് മാത്രം. ആദ്യം എഴുതിയിരുന്നില്ല, ആദ്യം പുണ്യകർമാണെന്ന് മാത്രം ടെക്സ്റ്റിൽ എഴുതി. ഒരുപാട് നേരം ഗായക്കൊടി ഇങ്ങനെ പറഞ്ഞതെന്ന് എഴുതി എന്ന് പറഞ്ഞപ്പോഴാണ് എഴുതിയത്. അപ്പൊ പറഞ്ഞത് എഴുതി. ഇനി സംവാദത്തിലേക്ക് പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയം വെച്ച് സംവാദത്തിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. ഒഴിഞ്ഞു മാറാതെ സംവാദത്തിലേക്ക് പോകുന്നതല്ലേ നല്ലത്. അപ്പൊ നമുക്കൊരു നല്ലൊരു സംവാദം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചൂടെ വിഷയം ഇവിടെ ആയ നിലക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സ്വീകരിച്ച് മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂതമീമെ, വാദത്തിന് പ്രതിവാദം വേണ്ടേ? ഇവിടെ സുന്നത്താണ് എന്ന് എഴുതി അതിന് പ്രതിവാദം വേണ്ടേ? നിങ്ങളപ്പോൾ കറാഹത്താണെന്ന് എഴുതി, അല്ലെങ്കിൽ ഹറാമാണെന്ന് എഴുതി. ഒരു എതിർവാദം വേണ്ട ഇതിന്. ഇവിടെ സുന്നത്താണെന്ന് പറയുമ്പോ അത് സുന്നത്തല്ല, അത് കറാഹത്താണ്, ഹറാമാണെന്ന് നിങ്ങൾ അപ്പുറത്തെ ഭാഗത്ത് എഴുതണ്ടേ? ഇനി അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? പറഞ്ഞോ, അതങ്ങനെ എഴുതാൻ നമുക്ക് പ്രയാസമുണ്ട്. ARCKP മൗലൂദ് കഴിക്കല് അത് പിന്നെ കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണ് എന്ന് എഴുതല് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പറഞ്ഞോ, മൈക്കെടുത്തിട്ട് ജനങ്ങൾ കേൾക്കട്ടെ. അങ്ങനെ എഴുതുന്നതിന് പ്രയാസമുണ്ടോ? അത് പറഞ്ഞോളൂ, മൈക്കെടുത്തിട്ട്. ഞാൻ മൈക്കെടുത്തിട്ട് നമ്മൾ മധ്യസ്ഥം പറഞ്ഞല്ലോ, നമ്മൾ സംവാദം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. വളരെ ഭംഗിയായിട്ടൊരു വിഷയം നമ്മുടെ മുന്നിലായിട്ടുണ്ട്. ആ സംവാദം നടക്കുകയാണ് വേണ്ടത്. ആദ്യം വാദം അവതരിപ്പിച്ചതും വാദം എഴുതിയതും പിന്നെ മുജാഹിദ് ഭാഗത്തു നിന്നാണ്. തുടക്കത്തിൽ തന്നെ ആദ്യത്തെ കായക്കൊടിയുടെ പിന്നെ സംസാരത്തിന്റെ സമയത്ത് തന്നെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വാദം എഴുതിയിട്ടുണ്ട്. അതിന് രണ്ടാമത്തെ ഭാഗം അഥവാ പിന്നെ വിദഗ്ധാണ് പിന്നെ അതില് രണ്ടാമത്തെ ഭാഗം ഉണ്ടായിരുന്നു. ആ ഭാഗം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, അത് ഒഴിവാക്കി. പക്ഷെ വിദഗ്ധാണ് തുടക്കത്തിൽ എഴുതിയാണ്, അതിന് കൗണ്ടറായിട്ടാണ് പിന്നീട് എഴുതുന്നത്. അതെന്താ മനസ്സിലാകാത്തത്? വിദഗ്ധാണ് എഴുതി കഴിഞ്ഞു, സുന്നത്താണെന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞു. അവിടെ വാദം കേൾക്കുന്നില്ല, ആളുകൾ കേൾക്കുന്നില്ലേ, മനസ്സിലാവൂലേ? അപ്പൊ ഇതിൽ സംവാദം നടത്താൻ പറ്റൂല്ലേ എന്ന് പറഞ്ഞാൽ മതി. പറ്റൂല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ റൂമിലുള്ള ആളുകൾ മറ്റുള്ളവരെല്ലാം മനസ്സിലാക്കും. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ട് വാദങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ്. കാരണം വിദഗ്ധാണെന്ന് അവർ എഴുതി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഞാൻ ഒന്നുകൂടി വാദം വായിക്കാം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലൂദ്, ഷറഫുല്ലാന മൗലൂദ്, സിദ്ദീഖ് മൗലൂദ് തുടങ്ങിയ മൗലൂദുകളും മുഹീദ്ദീൻ മല, റിഫായി മല, ബദർ മല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ച് ചെല്ലുന്നത് ബിദ്അത്താണ്. ഒന്ന് ഇതിപ്പോ തരാം. അതിന് കൗണ്ടറായിട്ട് എഴുതി മഹാന്മാരെ മദീജിയ മാല മൗലൂദുകൾ ഗദ്യമധ്യ രൂപത്തിൽ ചെല്ലുന്നത് സുന്നത്താണ്, പുണ്യകർമ്മമാണ്. ഇത് രണ്ടും ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംവാദം നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സംവാദം നടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഡേറ്റ്, ദിവസം, ഇതൊക്കെ ഒരുപാട് സംഗതികൾ ഇനി ഫിക്സ് ചെയ്യാനുണ്ട്. ടൈം ഒരുപാട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ മൈക്കൂടാം. അബൂതമീമെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഇത് റെക്കോർഡായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇല്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഒരു വാദം പറഞ്ഞു, അതിന് എഴുതി, അതിന് പകരമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വാദം എഴുതി. നിങ്ങൾ ബിദ്അത്താണ് എന്നെഴുതി, അതിന് പകരമായിട്ട് ഞങ്ങളുടെ വാദം എന്തായിരുന്നു, പുണ്യകർമ്മമാണ്. പിന്നെ നിങ്ങൾ സുന്നത്ത് എന്ന് അതിനെ കൂട്ടിച്ചേർക്കുന്നതിനാണ്, അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞു സുന്നത്ത് എന്ന് എഴുതണമെന്ന് പറഞ്ഞു, ഞങ്ങൾ സുന്നത്ത് എഴുതി, ഞങ്ങള് പുണ്യകർമ്മവും സുന്നത്തും എഴുതി. അപ്പൊ ആ സുന്നത്തിനൊരു മറുവാദം വേണ്ടേ? അത് കറാഹത്താണോ ഹറാമാണോ എഴുതേണ്ട അത്? മറ്റേ നേരത്തെ ഓൾറെഡി ഉള്ളതാണല്ലോ. നിങ്ങളൊരു വാദം എഴുതി, ഞങ്ങളും ഒരു വാദം എഴുതി, പിന്നെ അതിൽ തന്നെ ഞങ്ങൾ സംവാദം നടത്തിയാൽ പോരെ? നിങ്ങൾ പറഞ്ഞു സുന്നത്ത് എന്ന് എഴുതണമെന്ന് പറഞ്ഞു, സുന്നത്ത് എന്ന വാദം എഴുതി. അപ്പൊ ആ സുന്നത്തിന്റെ ഓപ്പോസിറ്റായ ഹുക്മ എന്താണ്, അത് എഴുതുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ അബൂതമീമെ ആളുകൾ കേൾക്കല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞു, ഒന്നെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങളത് പിന്നെ കറാഹത്താണെന്ന് എഴുതാം, അല്ലെങ്കിൽ ഹറാമാണെന്ന് എഴുതാം, അല്ലെങ്കിൽ അത് രണ്ടും എഴുതാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിലും പറയും. അതിന് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലോ. കാരണം നിങ്ങൾ പറഞ്ഞ ബിദ്അത്ത്, അതിന് പകരം ഇത്ര പുണ്യകർമ്മം എഴുതി. നിങ്ങൾ പറഞ്ഞ സുന്നത്ത് എഴുതാം, സുന്നത്ത് എഴുതി നമ്മള്. അപ്പൊ നിങ്ങൾ അതിന് മറുഭാഗമായിട്ട് ഇത്ര എഴുതണ്ടേ, കറാഹത്ത്, ഹറാം, അല്ല അറ്റ്ലീസ്റ്റ് കറാഹത്ത് നിങ്ങൾ എഴുതണ്ടേ? അപ്പൊ മറുവാദമാകും. ഇതിപ്പോ വാദമായിട്ടില്ല. ഇത് വല്ലാത്ത രസമായി.
എന്താ പറയാ, ഇത്രത്തോളം നമ്മൾ എഴുതി വന്നിട്ട് അതിന്റെ പിന്നെ ആദ്യം മുജാഹിദ് പക്ഷത്തിന് എഴുതിയ നിങ്ങൾ നിഷ്പക്ഷമായിട്ടൊന്ന് നോക്ക്. അവസാന ഭാഗത്ത് എഴുതിയ പിന്നെ വിദേത്താണ് എന്ന് എഴുതിയതിനു ശേഷം അവയിൽ ശിർക്കും കള്ളക്കഥകളും ഉൾക്കൊള്ളുന്ന വരികളുണ്ട് എന്നത് നിങ്ങൾ ഇത് പ്രകാരം മാറ്റി. എന്നാൽ ഉസ്താദ്, നിങ്ങളുടെ ഉസ്താദ് എന്നാൽ നസൂഫ് പറയട്ടെ ഞാനതങ്ങനെ പിന്നെ സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ. പറഞ്ഞതിന് ശേഷമാണ് ഉസ്താദ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതുന്നില്ല. ഉസ്താദ് വാദം പറഞ്ഞപ്പോ, പല വാദങ്ങളും പറഞ്ഞപ്പോ സുന്നത്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനു പുണ്യകർമ്മം മാത്രമേ എഴുതുന്നുള്ളൂ. എന്തില്? ടെക്സ്റ്റില്. അപ്പൊ അതെന്ത് ചെയ്തു? കായക്കൊടി പറഞ്ഞു നിങ്ങൾ പറയുന്നത് ടെക്സ്റ്റ് എഴുത്, എന്താ ഇത്ര മടിയെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആ ടെക്സ്റ്റിലേക്ക് എഴുതി. ഇനി എന്താ സംവാദം നടത്തുന്നതിന്? നമുക്ക് എന്തിനാ വെറുതെ ഒരു പിന്നെ സംവാദം നടക്കല്ലേ വേണ്ടത്? അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് ARCKP പ്ലീസ് നമുക്ക് ഈ സംവാദം നടക്കണം. ഇതൊരു നല്ല വിഷയം ഇവിടെ ആയിട്ടുണ്ട്. വിദേത്താണ് എന്ന് മുജാഹിദ് പക്ഷം തുടക്കത്തിൽ എഴുതി, അതിന് നിങ്ങൾ സുന്നത്താണെന്ന് എഴുതി, ഒരു വാദം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് സംവാദത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ് എന്ന് മനസ്സിലാക്കുന്നു. ഇനി പറ്റില്ലെങ്കിൽ ARCKP പറഞ്ഞു, പറ്റില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ എഴുതിയിട്ട് പിന്നെ ആദ്യം പറഞ്ഞത് ഒഴിവാക്കാൻ പറഞ്ഞു, അത് പിന്നെ രണ്ടാമത് എഴുതിയത് പിന്നെ സുന്നത്താന്ന് എഴുതിപ്പോയത് കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, പറ്റില്ല എന്നാണെങ്കിൽ അങ്ങനെയാണ് അത് പറഞ്ഞു. ഏതായാലും സംവാദം നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് പിന്നെ ARCKP മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും. എന്താ ഭൂതമീമ, എല്ലാവരുടെ റെക്കോർഡല്ലേ? നിങ്ങൾ നാളെ ഒന്ന് സഭാകാലത്ത് റെക്കോർഡൊക്കെ ഒന്ന് മുഴുവനായിട്ട് കേട്ടു നോക്ക്. എന്തൊഴിവാക്കാനാ പറഞ്ഞിട്ടുള്ളത്? എല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് ഓരോന്നും നിങ്ങൾ 1 by 1 ആയിട്ട് പഠിപ്പിക്കുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ഓരോന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഓരോ ദിവസം ഓരോന്നിന്റെ പേരിലും സംവാദം നടക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇവിടെ ഒരു വാദം, നിങ്ങൾ വിദഗ്ധാണെന്ന് പറഞ്ഞതിന് ഇപ്പുറത്ത് പുണ്യകർമ്മം എന്ന് എഴുതി. അത് പറഞ്ഞു പുണ്യകർമ്മം പറ്റൂല, സുന്നത്തിന് തന്നെ എഴുതണമെന്ന് പറഞ്ഞു. സുന്നത്തിന് എഴുതി. ഈ സുന്നത്തിന് എതിരായിട്ടുള്ള ഹുക്കുമുണ്ടാവില്ല അബൂതമീമ. അത് എഴുതുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നമോ? എന്താ പേടി? നിങ്ങൾ എല്ലായിടത്തും പറയുന്നല്ലേ പഠിച്ചവനെ കറാഹത്താണ്, കറാഹത്തൊന്നും പറയല്ല, ഹറാമാണെന്ന് നിങ്ങൾ പറയുന്നല്ലേ? അല്ല, നിങ്ങൾക്ക് ആ വാദം ഇല്ലേ? നമ്മൾ തെറ്റിദ്ധരിച്ചാണോ പഠിച്ചവനെ? മൗലൂദ് കഴിക്കല് അത് പിന്നെ ഹറാമാണെന്ന വാദം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പറഞ്ഞുകൂടെ? എന്തെങ്കിലും പേടിക്കാനുണ്ട്? നിങ്ങൾ ധൈര്യമായിട്ട് പറയും. മൗലൂദ് കഴിക്കല് ഹറാമാണെന്ന് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാദം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയും. ഏതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അതല്ലെങ്കിൽ പിന്നെ പുണ്യകർമ്മം എന്ന് മാത്രം പോലെ പിന്നെ നിങ്ങൾ എന്തിനാണ് സുന്നത്ത് എഴുതാൻ പറഞ്ഞത്? സുന്നത്ത് നിങ്ങൾ ആ ഹുക്കം എന്തിനാ എഴുതാൻ പറഞ്ഞു? അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ സുന്നത്തൊന്ന് എഴുതിയ സ്ഥിതിക്ക്, ഒരു ഹുക്കം എഴുതിയ സ്ഥിതിക്ക് നിങ്ങളുടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ റെക്കോർഡ് കേട്ടാൽ മനസ്സിലാകും. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുണ്യകർമ്മം എന്ന് പോരാ, സുന്നത്തിന് എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കരുത്. അതിനൊരു ഹുക്കും എഴുതിപ്പിക്കരുത് സുന്നത്തിന്. ഞങ്ങൾക്ക് അതുകൊണ്ട് വിഷയമൊന്നുമല്ല, ഞങ്ങളത് തെളിയിക്കുകയും ചെയ്യും അത് സുന്നത്താണ് എന്നുള്ളത്. അപ്പൊ ആ സുന്നത്തിന് മറുവാദം വേണം. അത് കറാഹത്താണോ ഹറാമാണോ അങ്ങനെ നിങ്ങൾ കൊണ്ട് എഴുതാൻ പറയുന്നത്. അതെന്ത് എഴുതാത്തു? അത് എഴുതന്റെ പുത്തമ്മി മഹിമിന്റെ വിഷയമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഹറാമെന്ന് എഴുതാൻ പോയി, നിങ്ങൾ കറാഹത്തെന്ന് എഴുതി. നമുക്ക് സംവാദം നടക്കട്ടെ. മൈക്രോജി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോ പിന്നെ സംഗതി തുടക്കത്തില് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് വെച്ചാൽ ഇപ്പം വയ്ക്കാം, എടുക്കല്ലേ. പിന്നെ വിദേത്താണെന്ന് എഴുതി, അതിനുശേഷം അതിന് കൗണ്ടറായിട്ട് സുന്നത്തിന് ഉസ്താദ് പറഞ്ഞു. ARCKP നിങ്ങൾ ഈ നാളെ റെക്കോർഡൊന്ന് കേട്ടോക്ക. റെക്കോർഡൊന്ന് കേട്ടപ്പോ റെക്കോർഡ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നസൂഹ് ഉസ്താദ് എന്ത് ചെയ്തു? സുന്നത്താണെന്ന് പറഞ്ഞു. സുന്നത്താണെന്ന് പറഞ്ഞപ്പോ കായക്കൊടി പറഞ്ഞു നിങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങൾ പലപ്പോഴും എഴുതിയത് പുണ്യകർമ്മമാണെന്നാണ്. അതിന്റെ കൂടി ആ പറഞ്ഞ ഉസ്താദ് നസൂഹ് ഉസ്താദ് പറഞ്ഞ സുന്നത്താണെന്ന് കൂടി നിങ്ങൾ അതിന്റെ കൂടി എഴുതി എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അപ്പൊ പറഞ്ഞ സംഗതി എഴുതാൻ പറ്റൂല. എന്തിനാ എഴുതുന്നത്? അതുകൂടി മനസ്സിലാക്കാൻ ARCKP. എന്തിനാ എഴുതുന്നത്? മുജാഹിദ് പക്ഷത്തിന്റെ വാദത്തിന് കൗണ്ടറായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്.
കൗണ്ടറായിട്ട് പറഞ്ഞ സംഗതി എഴുതാൻ വേണ്ടി പറഞ്ഞു. അത് എഴുതി കഴിഞ്ഞപ്പോ എന്തോ ഒരു പോരായ്മ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മള് ARCK ബൈക്കിലെടുത്ത് വന്നോ ഇങ്ങനെ ഈ ഒരു വാദത്തിൽ തുടരാൻ പറ്റൂല്ലോ, അത് പറഞ്ഞാൽ മതി. ARCK നമ്മളിവിടെ എഴുതിയ 2 വാദങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ആ വാദത്തിന്റെ മുകളിൽ സംവാദം നടത്താൻ തയ്യാറാണോ അല്ലേ, അത് മാത്രം പറഞ്ഞാൽ മതി. തയ്യാറാണെങ്കിൽ നമുക്ക് സംവാദത്തിൽ മുന്നോട്ട് പോകാം. ഓക്കെ, ആളുകൾ കേൾക്കട്ടെ. അതെങ്ങനെയാണ് ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. 2 വാദങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ വാദത്തിന്റെ മുകളിൽ സംവാദത്തിന് തയ്യാറാണ്. മുജാഹിദ് പക്ഷത്തിന്റെ ആളുകളെ കൊണ്ട് ഞാൻ സംവാദത്തിന് കൊണ്ടുവരാം, അവരെ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. ഈ 2 വാദങ്ങളോട് പൂർത്തിയായിട്ടുണ്ട്. ആ വാദങ്ങളുടെ മേഖല സംവാദത്തിന് മുജാഹിദ് പക്ഷത്തിൽ നിന്ന് ആളെ നമുക്ക് ഏർപ്പാട് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് ഞാൻ തയ്യാറാണ് മധ്യസ്ഥൻ എന്നുള്ള ആൾക്ക്. ഈ വാദത്തിന്റെ മുകളിൽ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ARCK പറ്റുമെങ്കിൽ പിന്നെ അത് പറയൂ, ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണമെന്നില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നിങ്ങളെ കൊണ്ടുവരാൻ തയ്യാറാകണത്തില്ല. നമ്മൾ ഓൾറെഡി ഉസ്താദ്മാർ തയ്യാറാക്കിയിട്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു മുജാഹിദ് വാദത്തിന് കൗണ്ടർ ആയിട്ടാണ് ഞങ്ങൾ എഴുതിയെന്ന് പറയുന്നു. ഏത് വാദത്തിന് കൗണ്ടർ ആയിട്ടാ സുന്നത്ത് വെച്ചാൽ അബുസമീനെ ഇത് കൂടുതൽ പ്രസംഗിച്ചിട്ട് സമയങ്ങളുണ്ട്, അത് മാത്രം പറഞ്ഞാൽ മതി. ഏത് വാദത്തിന് കൗണ്ടർ ആയിട്ടാണ് സുന്നത്ത് എഴുതുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ വഹിക്കുന്നു. ഓക്കെ. ഹലോ കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. ARCK നിങ്ങൾക്ക് വാദം വായിക്കാനാവൂലേ? ആ വാദത്തിൽ കൃത്യമായിട്ട് എഴുതി വിദേഹത്താണെന്ന് എഴുതിയതിന് ശേഷമാണ് നിങ്ങളുടെ വാദം പറയുന്നത്. അതിന് വാദമായിട്ട് കൗണ്ടറായിട്ട് തന്നെയാണ് നിങ്ങൾ എഴുതിയത്. അത് കൗണ്ടറായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? പുണ്യകർമ്മമാണെന്ന് മാത്രം എഴുതി. ആദ്യം വാദം എഴുതിയത് ആരാണ്? മുജാഹിദ് പക്ഷാണല്ലോ. മുജാഹിദ് പക്ഷം വാദം എഴുതി. ആ വാദം വന്നപ്പോൾ അതിന്റെ 2ാമത്തെ ഭാഗം ഒഴിവാക്കണമെന്ന് പറഞ്ഞു, അത് ഒഴിവാക്കി. ആ വാദം ഒഴിവാക്കിയതിനു ശേഷം ഇതാ നമ്മൾ ഏകദേശം ശരിയായിട്ടുണ്ട്, നമുക്ക് പിന്നെ വാദം ശരിയായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നസൂഹ് പറയുന്നു. അങ്ങനെ അതിനുശേഷം നസൂഹ് ഉസ്താദ് പറഞ്ഞ സംഗതി എന്ത് ചെയ്യുന്നു? അത് ഇതിലേക്ക് കയറ്റണം. അഥവാ സുന്നത്താണ് എന്ന് പറഞ്ഞപ്പോ സുന്നത്താണ് എന്ന് പറഞ്ഞ സംഗതി നസൂഹ് ഉസ്താദ് സംസാരത്തിൽ പറഞ്ഞതാണത്. അത് നിങ്ങളുടെ വാദത്തിൽ എഴുതണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എഴുതി കഴിഞ്ഞു. അപ്പൊ 2 ഭാഗവും പൂർത്തിയായി. ഇവിടെ 2 വാദവും പൂർത്തിയായി. വിദേഹത്താണെന്ന് എഴുതി, സുന്നത്താണെന്ന് എഴുതി. ഇത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി എന്ത് പിന്നെ വ്യവസ്ഥയാണ് വേണ്ടത്? ഇത്ര കൃത്യമായിട്ട് വ്യവസ്ഥ ഈ അടുത്ത കാലത്തൊന്നും സംവാദത്തിന് എഴുതിയിട്ടുണ്ടാവില്ല. ഇത്ര കൃത്യമായ വ്യവസ്ഥ ഈ അടുത്ത കാലത്തൊന്നും സംവാദത്തിന് എഴുതിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം വിദേഹത്താണെന്ന് മുജാഹിദ് പക്ഷെ ആദ്യം എഴുതുന്നു, നിങ്ങൾ അതിന് കൗണ്ടറാണല്ലോ. അത് ഏതാ കൗണ്ടർ എന്നോ? കൗണ്ടറായിട്ടാണ് നിങ്ങൾ എഴുതുന്നത് സുന്നത്താണ് എന്നുള്ളത്. അപ്പോ വാദം പൂർത്തിയായില്ലേ? 2 ഭാഗവും വാദം പൂർത്തിയായി. വളരെ മനോഹരമായിട്ട് വാദം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി സംവാദം നടക്കരുത് എന്നുള്ള ആൾക്കാണെങ്കിൽ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നുള്ള ആൾക്കാണെങ്കിൽ ഒരു രക്ഷയില്ല ARCK. അതുകൊണ്ട് തന്നെ പിന്നെ ARCK ഒന്നുകൂടി മൈക്കിലേക്ക് വന്നോളൂ. ഇൻഷാ അല്ലാഹ് തീരുമാനം പറയാം. ഈ എഴുതിയ വാദത്തിൽ സംവാദത്തിന് തയ്യാറുണ്ടോ? ഇത് കേൾക്കുന്ന ആൾക്കാർക്കും കാണുന്ന ആൾക്കാർക്കും അറിയാം ഈ വാദം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളതും അതിന്റെ സംവാദം നടത്താൻ പറ്റുന്നുള്ളതും. നിങ്ങളുടെ വാദം പറയാം, ഇൻഷാ അല്ലാഹ് അഭിപ്രായം പറയാം. സംവാദം നടക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഹറാമൊന്നും പറയണ്ട, ജസ്റ്റ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് കറാഹത്ത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞിട്ടു നമ്മൾ താഴെ കടലേക്ക് വന്നു. സാധാരണ നിങ്ങൾ ഹറാമെന്നാ പറയല്. അത് പറയാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കറാഹത്ത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചു ഏതിന് കൗണ്ടറായിട്ട് ഉള്ള ഇതാന്ന് എഴുതിയെന്ന് വെച്ചു. നിങ്ങൾ ഏത് വാദത്തിന്? അപ്പൊ പറഞ്ഞു ബിദഅത്ത് എന്നുള്ള വാദത്തിന് പുണ്യകർമ്മം എന്ന് കൗണ്ടറായിട്ട് എഴുതിയത്. അപ്പൊ പിന്നെ ബാക്കി ഒന്ന് കിടക്കുന്നവർ സുന്നത്ത്, അത് ഏതിന് കൗണ്ടറാവും? അബൂ തമീമെ ഏതിന് കൗണ്ടറായിട്ട് വരും? അവിടെ ബിദഅത്തിന് പകരമായിട്ട് പുണ്യകർമ്മം എന്ന് ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ എന്തിന് സുന്നത്ത് എഴുതിപ്പിച്ചു? എന്തിനാണ് സുന്നത്ത് എഴുതിപ്പിച്ചത്? അത് സുന്നത്തിന് എഴുതാൻ പറഞ്ഞതൊരു ഹുക്കുമാണ്. ആ സുന്നത്ത് നിങ്ങൾ പറയുമ്പോൾ തന്നെ എഴുതി. ആ സുന്നത്തിന് കൗണ്ടറായിട്ട് നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല. ആരാ വിഷയം?
അബൂതമീം മനസ്സിലായോ? ആ ഞങ്ങൾ എഴുതിയ സുന്നത്തായ കർമ്മമാണത്, സുന്നത്തായ കർമ്മമാണ്. ആ സുന്നത്തിന് കൗണ്ടറായിട്ട് നിങ്ങൾ ഇതുവരെ എഴുതിയില്ല. നിങ്ങളുടെ ഹറാം എഴുതാൻ പറഞ്ഞു, നിങ്ങൾ വരുന്നില്ല. കമ്പിപ്പാറയിട്ട് വിളിച്ചു, നിങ്ങൾ വരുന്നില്ല. എന്നാ പിന്നെ സംവാദം നടക്കട്ടെ, നിങ്ങൾ ഹറാം എഴുതണ്ട, ജസ്റ്റ് കറാഹത്ത് എഴുതിക്കൂടെ? ഈ സംവാദം ഒന്നും നടക്കട്ടെ എന്റെ അബൂതമീമേ. ഇനി അതിന്റെ പുറത്തായെന്നൊക്കെ പറഞ്ഞ് എന്താ ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് പറയാ മതി. മഹാന്മാർക്ക് ചെയ്യൽ മാനമൗലൂദുകൾ വ്യത്യസ്ത രൂപത്തിൽ ചെല്ലുന്നത് ബിദ്അത്താണ്, കറാഹത്താണ്. പോലെ ഹറാമെന്ന് നിങ്ങൾ എഴുതണ്ടപ്പോ നമ്മളെ പോലെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട്. ഈ സംവാദമൊന്നും നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ശരിക്കും ഹറാമെന്ന് നിങ്ങൾ എഴുതണമായിരുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഹറാമെന്നില്ലെങ്കിലും ജസ്റ്റ് കറാഹത്ത് എന്നെങ്കിലും ഈ സുന്നത്തിന് കൗണ്ടറായിട്ട് നിങ്ങൾ എഴുതണം. നിങ്ങളെ ബിദ്അത്തിന് കൗണ്ടറായിട്ട് ഞങ്ങൾ പുണ്യകർമാണെന്ന് എഴുതി, അതും തിരിഞ്ഞിട്ടില്ലേ? ബിദ്അത്തിന്റെ കൗണ്ടറായിട്ട് ഞങ്ങൾ പുണ്യകർമാന്ന് എഴുതിയ സ്ഥിതിക്ക് എന്റെ പ്രിയപ്പെട്ട അബൂതമീമേ, സുന്നത്തിന് നമ്മൾ എഴുതുമ്പോ ഇത്ര ഹറാമല്ലെങ്കിൽ കറാഹത്തെങ്കിലും നിങ്ങൾ എഴുതണ്ടേ? അത് എഴുതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് സംവാദം എപ്പോഴും ഡേറ്റ് തീരുമാനിക്കണം. പെട്ടെന്ന് നിങ്ങൾ മൈക്കെടുത്ത് പെട്ടെന്ന് സമയം കളയാതെ അതിലേക്ക് വരിക. ഞാൻ മൈക്ക് വെക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ARCKP ഇത് പിന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് വളരെ വ്യക്തമാണ് ഇവിടെ. കാരണം എന്ന് പറഞ്ഞാല് വിദേഹത്ത് നിന്ന് കറക്റ്റ് ആദ്യത്തെ വാദത്തിൽ എഴുതിയതാണ്. ആ വാദത്തിൽ എഴുതിയതിനു ശേഷം നിങ്ങളുടെ ഉസ്താദ് നസൂഹ് ഉസ്താദ് പലപ്പോഴായിട്ട് പറഞ്ഞു ഇത് സുന്നത്താണെന്നുള്ളവർക്ക്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ആ വാദത്തിലേക്ക് എഴുതണം എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, നിങ്ങൾ വാദത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാണെന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് നസൂഹ് ഉസ്താദ് അവസാന ഘട്ടത്തിൽ പിന്നെ മേലെ എഴുതിയ വരികള് നാട്ടിൽ പ്രചാരത്തിലുള്ളതെന്ന് പറഞ്ഞു. പിന്നെ അടിമുടി മാറ്റി, ഇത് ഏകദേശം ശരിയായതിനു ശേഷമാണ് പറയുന്നത് അടിമുടി മാറ്റി എഴുതണം. അപ്പൊ ഇതൊരു സംവാദത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതാണ് ഈ സംവാദത്തിൽ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് പെട്ടു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ സുന്നത്ത് എന്ന് എഴുതിയതോടുകൂടി ഇത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് എന്നുള്ളതിന് സുന്നത്ത് എന്ന് കൗണ്ടർ ചെയ്തതോടുകൂടി വല്ലാത്തൊരു കുടുക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ARCKP നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതാ ഈ ഒരു സംഗതിക്ക് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സംവാദമായിട്ട് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നിർത്താം. ഇനി കൂടുതൽ ഈ വിഷയമായിട്ട് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തന്നെ വളരെ വ്യക്തമാണ് ഇവിടെ രണ്ട് വാദങ്ങൾ. സുന്നികളുടെ വാദം വളരെ വ്യക്തമാണ്, മുജാഹിദുകളുടെ വാദം വ്യക്തമാണ്. ഇത്ര കൃത്യമായൊരു വാദം എഴുതിയതിനു ശേഷം സംവാദത്തിൽ നിന്ന് പിന്നെ മാറുക, അതിന്റെ തലമാറ്റണം, ഉടല് മാറ്റണം, അടിമുടി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു അടവായിട്ട് ഇവിടെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഇതാ ഈ വാദം ഇവിടെ ആയിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംവാദം നടത്താം ഇൻഷാ അല്ലാഹ്. പിന്നെ ARCKP മൈക്കിലേക്ക് വന്ന് സംവാദത്തിൽ തയ്യാറാണെന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഖൈർ ഇൻഷാ അല്ലാഹ്. എല്ലാ പുസ്തകവും നിങ്ങൾ നിർത്തലായി എന്നിട്ട് നിങ്ങൾക്ക് തിരക്കെന്തിപ്പോ, ഒരു പേടിയെന്തിപ്പോ, ഇപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു തിരക്ക്. നിർത്തല്ല, നമുക്ക് ചർച്ചയുടെ മുന്നോട്ട് ഡേറ്റ് തീരുമാനിക്കണം, സംവാദത്തിന് ഡേറ്റ് തീരുമാനിക്കണം. അതിനാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ വാദം ബിദ്അത്ത് എന്ന വാദത്തിന് പകരമായിട്ട് ഞങ്ങൾ പറഞ്ഞു പുണ്യകർമ്മമാണെന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു സുന്നത്തിന് എഴുതുന്നു. സുന്നത്തിന് ഞങ്ങൾ എഴുതി, അതിന് മറുവാദം വരെ അതിന് ഹുക്കുമ് നിങ്ങൾ എഴുതണം. ജസ്റ്റ് കറാഹത്ത് നിങ്ങൾ എഴുതിക്കൂടെ? എത്ര തവണ ചോദിച്ചു, അതെന്താ എഴുതാൻ പറ്റാത്തു? വളരെ നിസ്സാരമല്ലേ? അതുകൊണ്ട് നിങ്ങൾ നിർത്തരുത്, ദയവ് ചെയ്ത് നിർത്തരുത്. ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹിൽ ഉസ്താദ് പറഞ്ഞത് ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തരുത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി വന്നതാണ്. മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാനമൗലിദുകൾ മധ്യ രൂപത്തിൽ ചൊല്ലുന്നത് ബിദ്അത്താണ്, കറാഹത്താണ്. ഇത്രയും ഹറാമെന്ന് എഴുതുന്നത് നിങ്ങളെ കൊണ്ട് വലിയ പണി നമ്മൾ ക്ഷമിക്കുന്നില്ല. ഹറാമാണെന്ന് എഴുതുന്നത് നമ്മൾ പറയുന്നില്ല. കറാഹത്താണ് എന്നെങ്കിലും നിങ്ങൾ എഴുതണം. അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം. എല്ലാത്തിനും ഇങ്ങനെ നടക്കും. നിങ്ങൾ കൗണ്ടർ എന്നിട്ട് കുറെ നാളെ തുടങ്ങിയിട്ട് കൗണ്ടർ ചെയ്യണമെന്ന്. ബിദ്അത്തിന് കൗണ്ടറായിട്ട് ഇപ്പുറം പുണ്യകർമ്മം വന്നു, സുന്നത്തിന് കൗണ്ടറായിട്ട് അപ്പുറം ഒന്നും ഇല്ലേ? എന്നാ പറഞ്ഞു നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ കൗണ്ടർ എന്നിട്ട് സംവാദം തുടങ്ങിയ മുതൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ പറയൂ, ബിദ്അത്തിന് പകരമായിട്ട് കൗണ്ടറായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത് പുണ്യകർമ്മമാണ് എന്ന്. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന സുന്നത്ത് എന്ന ഹുക്കുമിനെ കൗണ്ടറായിട്ട് ഒന്നും കൊണ്ടുവരാനില്ലെങ്കിൽ
അതുകൊണ്ട് എന്റെ അബൂത്തമ്മിൽ നിങ്ങൾ തിരക്കൊന്നും ആക്കരുത്. സാവധാനത്തിനെ പറ്റി സംവാദം നടക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിന്റെ അപ്രധാനങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് വിദഗ്ധാണ് കറാഹത്താണ് എന്നെങ്കിലും എഴുതണം. ഒരു കറാഹത്താണെന്ന് വെച്ചാൽ മതി. അതുകൊണ്ട് ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകും. ചർച്ച ചെയ്യുന്ന ഒഴിഞ്ഞു മാറുന്നില്ല. വളരെ വ്യക്തമാണ് RCKP. വിദേഹത്തിൽ നിന്നുള്ളതിന് കൗണ്ടറായിട്ട് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഉസ്താദ് നസൂഹ് ഉസ്താദ് വാദത്തിൽ പറഞ്ഞു. നസൂഹ് ഉസ്താദ് പലപ്പോഴും പല വാദങ്ങളും പറയുമെങ്കിൽ അത് നിങ്ങൾ എഴുതിയിരുന്നില്ല. നിങ്ങളോട് സംവാദത്തില് കായക്കൊടി പലപ്പോഴായിട്ട് പറഞ്ഞു നിങ്ങൾ അതൊന്ന് എഴുതി. നസൂഹ് ഉസ്താദ് പറയുന്ന വാദം നിങ്ങളൊന്ന് എഴുതി എന്ന് പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതിയിട്ടില്ല. നസൂഹ് ഉസ്താദ് പറയുന്നുണ്ട് സുന്നത്താണ്, പക്ഷെ നിങ്ങൾ പുണ്യകർമാന്ന് മാത്രം എഴുതു. ആ പറഞ്ഞത് അവിടെ എഴുതി എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞത് എഴുതിയപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കുടുക്ക് മനസ്സിലായത്. കാരണം രേഖയായിട്ട് വന്നു പോയല്ലോ. രേഖയായിട്ട് വന്നപ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് അതിന്റെ കുടുക്ക് മനസ്സിലായത്. അപ്പോ വിദേഹത്തിൽ നിന്നുള്ളതിന്റെ കൗണ്ടറായിട്ട് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പിന്നെ സുന്നത്ത് നേടുന്നത്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് സംവാദം കൃത്യമായിട്ട് നടക്കണം എന്ന്. കാരണം വളരെ വ്യക്തമായ 2 വാദങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ആ പൂർത്തിയായ വാദത്തിന്റെ മുകളിൽ നമുക്ക് സംവാദം നടത്താം. സംവാദം നടത്താൻ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം. അല്ലാതെ RCKP തലമാപ്പിനെ മാറ്റണം, അതിന്റെ വാല് മാറ്റണം, അടിമുടി മാറ്റണം എന്നുള്ള തുടക്കം മുതലേയുള്ള ആ ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വളരെ വ്യക്തമാണ്. ഇത് തൽക്കാലം വളരെ കൃത്യമായ വാദത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ എത്തിയ വാദത്തിൽ കൃത്യമായി മുന്നോട്ട് പോയി സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ തയ്യാറാണെന്ന് പറയുക. ഏതായാലും കേന്ദ്ര സംവാദം ഒന്ന് മൈക്കിലേക്ക് വന്നോളൂ. കേന്ദ്ര സംവാദം മൈക്കിലേക്ക് വന്നോളൂ. ഞാൻ മൈക്ക് വിടാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി തീരുമാനിക്കപ്പെട്ടതാണ്. അതായത് ആദ്യം ഒരു വാദം KNMന്റെ പക്ഷത്തുനിന്ന് എഴുതിയപ്പോൾ അതിൽ ചില തിരുത്തുകൾ വരണം, ഓരോന്നായിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കായക്കുടി ഉസ്താദ് അതിന് ഒരു മാറ്റം വരുത്തി പിന്നൊരു വാദം ഇവിടെ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ എഴുതാനും പറഞ്ഞു. ഇവിടെ സുന്നത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ പറഞ്ഞതല്ല. നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതവിടെ എഴുതാൻ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം ഞങ്ങളൊരു വാദം എഴുതിയപ്പോൾ നിങ്ങളെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അതിന് പറ്റില്ല, അത് ഓരോന്നായിട്ട് സംസാരിക്കണം എന്ന് പറയുകയും അത് പിന്നീട് മാറ്റിയിട്ട് അത് ഷിർക്കാണ്, അതില് ഷിർക്കം ഹറാം, ഒരു മിനിറ്റ്, ഷിർക്കാണെന്നുള്ളത് ഭാഗം മാറ്റിയിട്ട് ബിദ്അത്ത് മാത്രമാക്കുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾ വാദം എഴുതിയിരുന്നില്ല. ആദ്യം ഈ വാദം നമ്മൾ എഴുതിയപ്പോൾ KNM ഈ വാദം എഴുതിയപ്പോൾ നിങ്ങൾ വാദം എഴുതിയിരുന്നില്ല. നിങ്ങളോട് വാദം എഴുതാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ വാദം എഴുതുന്നില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ അതിന് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും മാറ്റി. അതിൽ ഷിർക്കാണെന്ന് പറഞ്ഞ കാര്യം മാറ്റിയിട്ട് ബിദ്അത്ത് മാത്രമാക്കി. അപ്പോഴാണ് നിങ്ങൾ മറുവാദം എഴുതുന്നത്. മറുവാദം എഴുതിയപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം അവിടെ സുന്നത്താണ് എന്ന് നിങ്ങൾ വാദിച്ച വാദം നിങ്ങൾ അവിടെ എഴുതിയിരുന്നില്ല. ആ വാദത്തിൽ നിങ്ങൾ എഴുതിയിരുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതും കൂടി എഴുതൂ എന്ന് പറഞ്ഞിട്ട് ആ സുന്നത്ത് അവിടെ എഴുതി ചേർത്തത്. നിങ്ങൾ പറഞ്ഞ അതില് പുണ്യകർമ്മം എന്ന് മാത്രമേ ആദ്യം എഴുതിയിരുന്നുള്ളൂ. അപ്പോഴാണ് കായക്കുടി ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ അതിനകത്ത് എഴുതൂ. നിങ്ങൾ പറഞ്ഞ എന്താണ്, അത് സുന്നത്താണെന്നാണ് നിങ്ങൾ പറഞ്ഞത്, അത് സുന്നത്തെന്ന് എഴുതൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പൂർണ്ണമായില്ലേ. മറ്റേ നമ്മൾ എഴുതിയ വാദത്തിന് നിങ്ങൾ മറുവാദം എഴുതിയാണ്. ആദ്യം ഒരു വാദം എഴുതി അത് മാറ്റണമെന്ന് പറഞ്ഞു, അത് മാറ്റി. പിന്നെ മാറ്റിയിട്ട് പിന്നൊരു വാദം എഴുതിയപ്പോൾ നിങ്ങൾ അതിന് മറുവാദം എഴുതിയതാണ്. എന്നിട്ട് ഇനിയും മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ സഹോദരന്മാരെ? ഇനി ഒരു വാദം എഴുതി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇനി മാറില്ല എന്ന് എന്താണ് ഇതിന് നമുക്ക് പറയാൻ ഒക്കുക? നിങ്ങൾ വീണ്ടും മാറില്ലേ ഇങ്ങനെയാണെങ്കിൽ? ആദ്യം ഒന്ന് നമ്മൾ എഴുതി അത് മാറ്റണമെന്ന് പറഞ്ഞു മാറ്റി, എന്നിട്ട് നിങ്ങൾ വാദം എഴുതിയിട്ട് നിങ്ങൾ അത് മാറ്റി എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിന് മറുവാദം എഴുതിയിട്ട് നിങ്ങളിപ്പം അതിൽ നിന്ന് മാറുകയാണ്. ഇത് മാറുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സുന്നത്ത് എന്ന് എഴുതിയത് നിങ്ങൾ പെട്ടുപോയി.
അത് എഴുതി അങ്ങോട്ട് കാണിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യമായത്. അപ്പോ അതിൽ നിന്ന് ഊരാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്നതാണ് ഈ കോപ്രായങ്ങളൊക്കെ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ അവിടെ ചോദിച്ചോളൂ. ഈ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് സംവാദത്തിൽ ചോദിക്കാം. സംവാദത്തിൽ ചോദിച്ചോളൂ. അവിടെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ് അതിന് ഉത്തരങ്ങൾ അവിടെ കിട്ടില്ലേ. ഇപ്പം വാദം പൂർത്തിയായിട്ടുണ്ട്, ഇനി സംവാദം നടക്കട്ടെ, അതാണ് വേണ്ടത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മൈക്കെടുക്കാൻ ഉദ്ദേശിച്ചതല്ല, ഈ നമ്മളൊരു നീതിപരമായിട്ടായിരിക്കുള്ള ഓരോ കാര്യം നീങ്ങേണ്ടത്. ARCKB മൈക്കെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ തമീം മൈക്കെടുക്കുന്നത് ശരിയാണ്, കാരണം അവർ രണ്ടുപേരും മധ്യസ്ഥന്മാരാണ്. അപ്പോൾ അവർക്ക് വിൽക്കും. പിന്നെ അതിന്റെ ഇടയിൽ KNM സംവാദം മൈക്കെടുക്കുമ്പോൾ നമ്മളും തന്നെ തലക്കെട്ടിട്ട് ഈ റൂമിലേക്ക് ഇരിക്കാമല്ലോ. അപ്പൊ ഞാൻ എടുക്കേണ്ടതിനല്ല, അത് കാരണം മൈക്കെടുത്താണ്, അല്ലാതെ പ്രത്യേകമായിട്ട് ഒരു ഒന്നും ഉണ്ടായതുകൊണ്ടല്ല. അപ്പൊ അത് ചെയ്യരുത്. നമ്മൾ ഈ രണ്ട് ഉസ്താദുമാര് മറുഭാഗത്ത് ഈ ഭാഗത്തുനിന്ന് ആളുകൾ സംസാരം 15 റോളിൽ പൂർത്തിയാക്കി. പിന്നെ ചാൻസ് മധ്യസ്ഥന്മാർക്ക് മാത്രമാണ്. അപ്പൊ ARCKB അബൂ തമീം ആ കാര്യം നിർവഹിക്കുന്നു. അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ഉസ്താദ് സംവാദത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മളത് ഒരു ദിവസം കൊണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം ധാരാളം മൗലിദുകളും ധാരാളം മാനകളുണ്ട്, അതിലൊക്കെ ധാരാളം നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സംവാദം കൊണ്ട് ഇതെല്ലാം പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് ആദ്യമായി അടിസ്ഥാനപരമായ വിഷയത്തെക്കുറിച്ചായിരിക്കണം ആദ്യത്തെ സംവാദം. അതായത് മാല മൗലിദുകളിലൂടെ മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? മദ്ഹ് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് നിങ്ങളുടെ വാദം. പിന്നെ വേറെ അത് മങ്കൂസ് മൗലിദിന്റെയും മറ്റേ മുഹജിമാലിന്റെയും പ്രസക്തി അവിടെ പിന്നെ ചെയ്യുന്നത്. കാരണം ഏതുകൊണ്ട് പറ്റൂല്ലോ. മാല മൗലൂദുകളിലൂടെ മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ പിന്നെ അവിടെ മങ്കൂസ് മൗലൂദിനോ മുഹജിമാരക്കോ നഫീസത്തുമാരക്കോ അതല്ലെങ്കിൽ സിദ്ദീഖ് മൗലൂദിനോ യാതൊരു പ്രസക്തിയുമില്ല, ഒന്നും പറ്റുകയില്ല എന്നാണ്. അതുകൊണ്ട് ആദ്യം തീരുമാനിക്കുക, മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാല മൗലൂദുകൾ കൂടെ അതിലൂടെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്ന കാര്യം, അതിനെക്കുറിച്ച് സംവാദം നടത്തുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറ്റും എന്ന വിഷയത്തിലേക്കാണ് വരുന്നത് എങ്കിൽ പിന്നെ നമുക്ക് പിന്നെന്ത് ആണ്, ഇനി ഏതൊക്കെ മൗലൂദുകളാണ് പറ്റുക, ഏതൊക്കെ പറ്റാത്തത്, അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ദിവസം ഈ സംവാദം കഴിഞ്ഞ ശേഷം ഒരു ദിവസം മങ്കൂസ് മൗലൂദിനെ കുറിച്ചായിക്കോട്ടെ സംവാദം, പിന്നെ അത് കഴിഞ്ഞ ശേഷം ഷറഫുൽ അനാമിനെ കുറിച്ചായിക്കോട്ടെ, അതിനുശേഷം മുഹജിമാരിനെ കുറിച്ചായിക്കോട്ടെ, പിന്നീട് സിദ്ദീഖ് മൗലൂദിനെ കുറിച്ച് ആയിക്കോട്ടെ. അങ്ങനെ സുദീർഘമായ ഒരു സംവാദ പരമ്പര. കാരണം ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കണ്ട. വെറും ഒരു കോപ്പറേറ്റീവ് കാണിച്ചാൽ മാത്രം പോരല്ലോ, ഞങ്ങൾ മാതൃപ്രേമ നടത്തിയെന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ മാറണം. അതിനു വേണ്ടിയുള്ള ഒരു സംവാദ ശൃംഖല തന്നെ നമ്മൾ നടത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പിന്നെ വാദം പൂർത്തിയായിട്ട് ഞങ്ങളുടെ വാദം പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ വാദം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഹുക്കം അടക്കം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതേസമയം നിങ്ങളുടെ വാദം പൂർത്തിയാക്കില്ല. നിങ്ങൾ പ്രചാരത്തിൽ ഇരിക്കുന്ന പിന്നെ മങ്കൂസ് മൗലൂദിനെ ഓരോ മൗലൂദുകളുടെ പേരും പിന്നെ അതുപോലെ തന്നെ അതിന് പിന്നെ ഞങ്ങൾ സുന്നത്താന്ന് എഴുതിയപ്പോൾ നിങ്ങളത് കറാഹത്താണെന്നോ അല്ലെങ്കിൽ ഹറാമാണെന്നോ ഒരു ഹുക്കം എഴുതാതെ ഉള്ള ഒരവസ്ഥയാണ്. അപ്പൊ ഞങ്ങളുടെ വാദം പൂർത്തിയായിട്ടുണ്ട്, നിങ്ങളുടെ വാദം പൂർത്തിയായിട്ടില്ല. അപ്പോ അത് പിന്നെ ഈ വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് അബൂ തമീം വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വാദപ്രവാദം തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ആദ്യം മുതൽ ഇതുവരേക്കും പറഞ്ഞതുപോലെ 2-3 മണിക്കൂർ നേരത്തെ ഒരു ചെറിയ വാദപ്രതിവാദം കൊണ്ട് അത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയം അല്ല. ആദ്യമായി അടിസ്ഥാനപരമായ വിഷയത്തെക്കുറിച്ച് ഒരു സംവാദം നടത്തുക. എന്നിട്ട് മാല മൗലൂദുകളിലൂടെ മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അത് പുണ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അതിനുശേഷം പിന്നെ ഒരു ദിവസം എന്തായിക്കോട്ടെ, നമുക്ക് മങ്കൂസ് മൗലൂദിനെ കുറിച്ചായിക്കോട്ടെ, പിന്നെ ഒരിക്കൽ അടുത്ത സംവാദം മുഹജിമാരെ കുറിച്ചായിക്കോട്ടെ. അങ്ങനെ ഓരോന്നും ചിക്കിക്കുറ്റി പരിശോധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കാര്യം ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ആ രീതിയിലുള്ള സംവാദം ആവണം. അതിന് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അത് ഞങ്ങളുടെ പിന്നെ ആദ്യത്തെ സംവാദത്തിനുള്ള ഞങ്ങളുടെ പിന്നെ വിഷയം പൂർത്തിയായിട്ടുണ്ട്, നിങ്ങളുടെ വിഷയം പൂർത്തിയായിട്ടില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സംവാദ വ്യവസ്ഥ ഇവിടെ എഴുതി പൂർത്തിയായത് തന്നെ പിന്നെ തുടരാൻ ആവുന്നില്ല. അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഒരു സംവാദ വ്യവസ്ഥ ഇവിടെ എഴുതി പൂർത്തിയായത്, ആദ്യം മുജാഹിദ് ഭാഗം എഴുതി, രണ്ടാമതായി സുന്നി ഭാഗം കൗണ്ടർ എഴുതി, അത് പൂർത്തിയായത് പോലും ഇവിടെ നടത്താനാവില്ല. എന്നിട്ട് പിന്നെ നൂറ് ഫൈസി പറയാണ് പിന്നെ ദിവസങ്ങളോളം സംവാദം. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. നൂറ് ഫൈസി ഉസ്താദെ,
ഒരൊറ്റ സംവാദം നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം ബാത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഈ ഒരു സംവാദം അങ്ങ് നടന്നു കഴിഞ്ഞാൽ, ഈ ഒരു സംഗതി നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാത്തിൽ മൊത്തം ജനങ്ങൾക്ക് മനസ്സിലായിക്കോളും. അതുകൊണ്ട് തന്നെ പിന്നെ അതിന്റെ ആവശ്യം വരൂല. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിലേക്ക് ഇതിലേക്ക് വരി. ഇത് നിങ്ങൾ തയ്യാറുണ്ടോ? ഇവിടെ വാദം പൂർത്തിയാണ്. ഇനി നിങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞ് വരണ്ട. വിദേഹത്ത് എന്നുള്ളതിന് നിങ്ങൾ കൗണ്ടറായിട്ട് തന്നെയാണ് എഴുതിയത്. നിങ്ങൾ കൊണ്ട് എഴുതിച്ചതാണ്, ശരി തന്നെയാണ്. നസൂഹ് ഉസ്താദ് വാക്കുകളിൽ മാത്രം പറഞ്ഞ സംഗതി നിങ്ങളെ കൊണ്ട് എഴുതിച്ചതാണ്. എഴുതിയപ്പോൾ കായക്കൊടി പറഞ്ഞു ഇതാ പൂർത്തിയായിട്ടുണ്ട്, നിങ്ങളെ വാദം ശരിയാണ്, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അത് എഴുതിയപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് ശരിയായിട്ടില്ല, ഇത് കഴുത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് പിന്നെ നേരെ പോയിട്ട് നാട്ടിൽ പ്രചാരത്തിലുള്ളതെന്ന് പറ്റൂല, അവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങിയത്. ഇതൊക്കെ സംവാദം കേട്ട ഈ ചർച്ച കേട്ട ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതൊക്കെ ആളുകൾ മനസ്സിലായിക്കോളും. അതുകൊണ്ട് തന്നെ ഈ ഒരു സംവാദം നടക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ ഇത്രത്തോളം ഇരുന്നത്. ഒരുപാട് സമയമായില്ലേ, നാട്ടിൽ 2:30 ഇവിടെ 1 മണിയായി. അതുകൊണ്ട് തന്നെ IRCKP പിന്നെ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഇതാ ഈ വിഷയം ഇവിടെ ക്ലിയർ ആണ്. ഇനി ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറല്ലേ. ഈ വാദം ഇവിടെ ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറല്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഒഴിഞ്ഞു മാറാതെ ഈ ഒരു വാദത്തിൽ സംവാദത്തിന് തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ പണ്ഡിതന്മാർ റെഡിയാണെങ്കിൽ നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം, അതിന്റെ പിന്നെ സമയം തീരുമാനിക്കാം, ഒക്കെ തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ സംവാദത്തിലേക്ക് വരണമെന്ന് വിനീതമായി അപേക്ഷിക്കാൻ. നമുക്ക് ഡേറ്റ് തീരുമാനിക്കണം, സമയം തീരുമാനിക്കണം, എത്ര പ്രാവശ്യമാണ് എത്ര കൗണ്ടറായിട്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. ഇതൊക്കെ തീരുമാനിക്കണം. 2 വാദം, മുജാഹിദ് പക്ഷത്തിന്റെ വാദവും നിങ്ങളുടെ വാദവും ഇവിടെ പൂർത്തിയായ നിലക്ക്. അതുകൊണ്ട് നമുക്ക് സംവാദത്തിലേക്കാണ് നീങ്ങേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് പിന്നെ ദിവസങ്ങൾ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ IRCKP വന്നിട്ട് പറഞ്ഞോളൂ ഇതാ ഇന്ന ദിവസം നമുക്ക് സംവാദം നടത്താം. ഈ വാദത്തിൽ ഒഴിഞ്ഞു മാറില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല നിങ്ങളും നിങ്ങളുടെ പണ്ഡിതന്മാരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംവാദത്തിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന ദിവസം നമുക്ക് സംവാദം നടത്താം. ഏതെല്ലാം രീതിയിലാണ് സംവാദം നടത്തേണ്ടത് അതിന്റെ രീതികളൊക്കെ സംസാരിച്ച് തുടങ്ങിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടാൻ. ഒഴിഞ്ഞു മാറരുത് എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു ഏത് ദിവസം തീരുമാനിച്ചോളൂ. ഏതാണ് ദിവസം, ഏത് ദിവസം എത്ര പിന്നെ റൗണ്ടായിട്ട് അതൊക്കെ നമുക്ക് തീരുമാനിക്കാമല്ലോ. അതുകൊണ്ട് തുടങ്ങിക്കോളൂ, ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. ഇൻഷാ അല്ലാഹ് സംവാദത്തിന് റെഡിയാവുന്നതാണ്. നമ്മളല്ലേ സംവാദത്തിന് നിങ്ങളെ വിളിച്ചത്, പിന്നെ നമ്മൾ റെഡിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേണം. ബഹുമാനപ്പെട്ട അബൂ തമീമെ, നിങ്ങളും ഞാനും തമ്മിലാണോ സംവാദം? അല്ലെങ്കിൽ കൂടി ഇപ്പൊ അങ്ങനെയായ നമ്മൾ മധ്യസ്ഥരാണ്. ആ ഒരു ഇങ്ങനെ നിങ്ങൾ മറക്കരുത്. നിങ്ങളിപ്പോ ഒരു സംവാദകന്റെ ഒരു ശൈലിയിലാണ് സംസാരിക്കുന്നത്. നമ്മൾ മധ്യസ്ഥരല്ലേ, ആ രീതിയിൽ സംസാരിക്കണമെന്ന് ബഹുമാനപ്പെട്ട അബൂ തമീമിനെ അറിയിക്കുന്നു. പിന്നെ ഡയലോഗൊന്നും വേണ്ട. ഡയലോഗൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയ നിങ്ങൾ ഓടും. അബൂ തമീമ ജസ്റ്റ് ഒന്ന് ഫൈസൽ മൗലവിനൊന്ന് വിളിച്ചു നോക്ക്. ഇന്നലെ കഴിഞ്ഞ സംവാദം പനി പിടിച്ചിട്ട് ഇതുവരെ എണീച്ചിട്ടുണ്ടാവില്ല. അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കള് 1.5 സംവാദം നടത്തുന്നുണ്ടാകുന്ന അർത്ഥത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനം 8-16 പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മ ഡയലോഗൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മാന്യമായിക്കൊണ്ട് മധ്യസ്ഥന്റെ റോളിൽ നിന്നുകൊണ്ട് വളരെ മാന്യമായിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, താഴേക്കടയിൽ വന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, താഴേക്കടയിൽ വന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ നിങ്ങൾ ആ വിഷയം നിങ്ങൾ നോക്കി, ഞങ്ങളുടെ വാദം നിങ്ങൾ നോക്കിയ മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാല മൗലൂദുകൾ ഗദ്യപദ്യ രൂപത്തിൽ ചൊല്ലുന്നത് പുണ്യകർമ്മമാണ്. അത്ര മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ അത്ര മതിയല്ലോ. പറ്റൂല സുന്നത്ത് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രശ്നമില്ല, സുന്നത്താണെന്നും കൂടി ഞങ്ങൾ എഴുതി. അപ്പൊ അതിന് കൗണ്ടറായിട്ട് എതിർവാദം വരണ്ടേ എന്റെ പ്രിയപ്പെട്ട അബൂ തമീമെ? അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്ന് പുണ്യകർമ്മത്തിന് പകരമായിട്ട് കൗണ്ടറായിട്ട് നിങ്ങൾ പറഞ്ഞത് ബിദ്അത്താണെന്ന്. ശരി, സുന്നത്തിനോ അതിന് കൗണ്ടറായിട്ട് ഒന്നും എഴുതാനില്ലേ? ഇല്ലാന്ന് പറഞ്ഞോന്ന്. അതിന് കൗണ്ടറായിട്ട് നിങ്ങൾക്കൊന്നും എഴുതാനില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ. IRCKP നമുക്ക് ഹറാമൊന്നും എഴുതാൻ കഴിയില്ല, കറാഹത്തൊന്നും ബിദ്അത്ത് ഞാൻ പറഞ്ഞല്ലോ. പുണ്യകർമ്മത്തിന് കൗണ്ടറായിട്ട് നിങ്ങളെ ബിദ്അത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോയി കഴിഞ്ഞ്. ഇനി സുന്നത്തിന് എഴുതിയ കൗണ്ടറായിട്ട് നിങ്ങൾ എന്ത് എഴുതും? ഹറാമെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ ഒരു വലുപ്പം നോക്കിയിട്ട് നിങ്ങൾ ചുരുങ്ങിയത് ഹറാമെന്ന് എഴുതണം. പോട്ടെ, ഈ സംവാദം നടക്കട്ടെ എന്ന് കരുതി നമ്മൾ താഴേക്കടയിലേക്ക് വന്നു.
അവരുടെ ശൈലി വെച്ചിട്ട് ഹറാമ് ഷിർക്കില്ല മുശ്രിക്ക് കാഫിറായി കഴിഞ്ഞ് അങ്ങ് എത്തി. പക്ഷെ നമ്മൾ ആർത്തേക്കൊന്നും പോകുന്നില്ല, ഹറാമിലേക്ക് പോലും ഹറാമിലേക്ക് നിങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഹറാമെന്ന് എഴുതണ്ട, ജസ്റ്റ് കറാഹത്ത് എന്തെങ്കിലും എഴുതുന്നു. സംവാദം നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അബൂ തമീം, മധ്യസ്ഥനായ അബൂ തമീം, നിങ്ങൾ മധ്യസ്ഥന്റെ റോളിൽ നിന്നുകൊണ്ട് ഈ സംവാദം നടക്കണം. നിങ്ങൾ നോക്കിയേ, ആ വാദം വായിക്കുമ്പോൾ പ്രതിവാദം വേണ്ട. ഇതെന്ത് വാദമാണ്? നമ്മളൊരു വാദം പറയുമ്പോൾ ഒരു പ്രതിവാദം വേണ്ടേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, സുന്നത്തിന്റെ ഭാഗം കൊണ്ട് തട്ടിക്കളി, പുണ്യകർമ്മമാണ് നോക്കൂ. അതിന് പകരമായിട്ട് നിങ്ങളെ വിധത്ത് കൗണ്ടറായി. പിന്നെ എന്തിനാ സുന്നത്ത് എന്നുള്ളത് എക്സ്ട്രാ വരുന്നത്? സുന്നത്ത് എന്നുള്ളത് ഇപ്പൊ എക്സ്ട്രാ വരുമ്പോ അതിന് മറുഭാഗമായിക്കൊണ്ട്, അതിന് മറുഹുക്കുമായിക്കൊണ്ട് നിങ്ങൾ പറയണം, ഹറാമെന്ന് പറയണം, ചുരുങ്ങിയത് കറാഹത്ത് എന്നെങ്കിലും പറയണം. അത് പറഞ്ഞാൽ എന്താ പ്രശ്നം? അല്ല, അങ്ങനെ ഒരു വാദം നിങ്ങൾക്കില്ലേ? മാനമൗലൂദികള് കറാഹത്താണ് ഹറാമാണ് എന്നൊരു വാദം നിങ്ങൾക്കില്ലെങ്കിൽ അത് പറഞ്ഞു, എന്നാലും പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒന്നെങ്കിൽ നിങ്ങളത് ചുരുങ്ങിയത് ഹറാം അല്ലെങ്കിൽ കറാഹത്ത് എന്ന് നിങ്ങൾ പറയണം. ചുരുങ്ങിയത് നിങ്ങൾ ഹറാമ് അത് പറയാൻ പറ്റുന്ന കറാഹത്ത് എന്നെങ്കിലും പറയണം. അപ്പൊ അബൂ തമീം തന്നെ വരണ KNM വരുമ്പോ നമ്മുടെ ഭാഗത്ത് ഉറപ്പിച്ചത് വരും, മറ്റാളുകൾക്ക് വരും. അപ്പൊ KNM തൽക്കാലം KNM സമ്പാദികൾ റൂം ഓണറാണ്, മധ്യസ്ഥൻ തന്നെ സംവാദകന്റെ റോളിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. റൂം ഓണറും കൂടി ഇറങ്ങിയാൽ പിന്നെ അലങ്കോലമാകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ തമീം, നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. നമ്മൾ വളരെ താഴ്ന്നിലേക്ക് കൊണ്ട് പറയാണ്, നിങ്ങൾ ബിദ്അത്താണെന്ന് പറഞ്ഞു, ഞങ്ങൾ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞു, ഞങ്ങൾ സുന്നത്താണെന്നും കൂടി പറഞ്ഞു. അതിന് മറു ഹുക്കുമായിക്കൊണ്ട് നിങ്ങൾ ഹറാം അല്ലെങ്കിൽ ജസ്റ്റ് കറാഹത്ത് എന്നെങ്കിലും എഴുതിക്കൊണ്ട് ഈ സംവാദവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അബൂ തമീം മധ്യസ്ഥനോട് പറയുന്നു. മധ്യസ്ഥൻ അതിൽ പിന്നെ ഒരു തീരുമാനമെടുക്കും, സംവാദവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ പറഞ്ഞോ, നിങ്ങളുടെ വാദം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞോ. അബൂ തമീം മൈക്കൂട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിപ്പോ കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി RCKP എവിടെയാണ് കുടുങ്ങിയത് എന്നുള്ളത്. നിങ്ങൾ പിന്നെ ഞാനും ഒരു പക്ഷം ചേർന്ന് സംസാരിച്ചിരുന്നോ? അപ്പൊ നിങ്ങൾ ഇതിന്റെ മുന്നേ സംസാരിച്ചൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങളായിരുന്നില്ല സംസാരിച്ചതൊന്നും. നിങ്ങൾ എന്തൊക്കെയാ സംസാരിച്ചത്? അതൊക്കെ നിങ്ങൾ മറന്നുപോയോ? അപ്പൊ അതൊന്നും മറന്നു പോകല്ലേ. അപ്പോ സംവാദം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഈ വാദത്തിൽ ഊന്നിക്കൊണ്ട്, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വിദേഹത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം സുന്നത്തെ അന്ന് പിന്നെ എന്താണ് നസൂഫ് ഉസ്താദ് പറഞ്ഞത് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോ ആ സമയത്തൊന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നിട്ടില്ലല്ലോ. ആ സമയത്ത് നിങ്ങൾ ഓർമ്മയിൽ വന്നിട്ടില്ലല്ലോ ഇത് വിദേഹത്ത് നിന്ന് മാത്രമേ ഉള്ളൂ എന്ന്. എന്തുകൊണ്ടാ ഓർമ്മയിൽ വരാഞ്ഞത്? സുന്നത്ത് എഴുതിക്ക് ഇപ്പൊ കുടുങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ വിദേഹത്ത് നിന്ന് പോരാന്നല്ലേ. ഞങ്ങൾ വിദേഹത്ത് നിന്ന് എഴുതിയപ്പോ അതിന് കൗണ്ടറായിട്ട് ഞങ്ങൾക്ക് സുന്നത്ത് എഴുതിയതോടുകൂടി ഞങ്ങൾക്ക് മതിയായി. പക്ഷെ നിങ്ങൾക്ക് പിന്നെയാണ് ഓർമ്മയാകുന്നത് ഇത് ശരിയാവില്ല, ഇത് ഞങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. സംഗതി മനസ്സിലായോ RCKP? ബാക്കിയുള്ളവർക്കും മനസ്സിലാവും. ഏത് വിദേഹത്തിന് എഴുതി സുന്നത്തിന് എഴുതി കഴിഞ്ഞപ്പോഴാണ് അത് വിദേഹത്തിന് പോരാ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും സംവാദത്തിന് മുജാഹിദുകൾ റെഡിയാണ്. മുജാഹിദുകൾ സംവാദത്തിന് റെഡിയാണ്. 2 വാദങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വളരെ വ്യക്തമാണ് വാദങ്ങൾ. ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ മുജാഹിദ് പക്ഷം തയ്യാറാണ്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലീദ്, ഷറഫുൽ അനാം മൗലീദ്, സിദ്ദീഖ് മൗലീദ് തുടങ്ങിയ മൗലീദുകളും മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ച് ചൊല്ലുന്നത് ബിദ്അത്താണ് എന്ന് മുജാഹിദുകൾ എഴുതുകയും അതിന് കൗണ്ടറായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട് മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ മാല മൗലൂദുകൾ ഗദ്യപദ്യ രൂപത്തിൽ ചൊല്ലുന്നത് സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് നിങ്ങളും എഴുതിയ നിലക്ക് ഈ വാദത്തിൽ സംവാദത്തിന് തയ്യാറാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഒഴിവ് കഴിവ് കഴിഞ്ഞ് എന്ത് ചെയ്യണ്ട, സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്ന് RCKPയോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഞാനും നിങ്ങളൊന്നല്ല സംവാദം, ഇതിലേക്ക് നിങ്ങളെ പണ്ഡിതന്മാരെ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടത്. ഇതിപ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, ഞാൻ എന്റെ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് നിങ്ങളുടെ ആളുകള്, നിങ്ങളൊരു ഭാഗത്തിന്റെ മധ്യസ്ഥനാണല്ലോ, ഞാൻ എന്റെ ഭാഗത്തിന്റെ മധ്യസ്ഥനാണ്. അപ്പോ എന്റെ ഭാഗത്തുള്ള മധ്യസ്ഥന്മാരെ, എന്റെ ഭാഗത്തുള്ള ആളുകളെ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു വാദത്തിൽ സംവാദത്തിന് തയ്യാറാകണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.
കേരളം സംവാദത്തിന് മൈക്ക് വേണമെങ്കിൽ മൈക്കിലേക്ക് വരാം. അതിനുശേഷം നിങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും അവർക്ക് മൈക്കിലേക്ക് വരാമെന്നാണ്. കേരളം സംവാദത്തിന് മൈക്ക് വേണോ? കേരളം സംവാദം അവിടെ ഉണ്ടോ? മൈക്ക് വേണോ? ഓക്കെ, ARCKP മൈക്ക് എടുത്തോളൂ. ഓക്കെ, എന്റെ സംവാദത്തിന് തയ്യാറാണെങ്കിൽ സംവാദത്തിന് തയ്യാറാണെന്ന് പറയാം. ARCKP നമുക്ക് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ട് ഒരുപാട് പണിയുള്ളതാണ്. സമയം ഇവിടെ 1:10. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നല്ല ബഹുമാനപ്പെട്ട അബൂത്തമീമെ, നിങ്ങൾ 4 മിനിറ്റ് തീർക്കുകയാണോ? നമ്മൾ തമ്മിൽ 4 മിനിറ്റ് ഒന്നും ഇല്ലാട്ടോ. നിങ്ങൾ 3 വട്ടം സലാം ചെല്ലുക. ആർക്കെങ്കിലും മൈക്കോണോ നിങ്ങളെന്താ ഈ മൈക്ക് കൈ പിടിച്ചിട്ട് ഇങ്ങനെ സമയം കളയുന്ന എന്തിനാന്ന്? നമ്മളെ വിഷയം വളരെ ക്ലിയർ അല്ലേ? നിങ്ങൾ ബിദ്അത്താണെന്ന് പറഞ്ഞു, ഞങ്ങൾ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞു. നിങ്ങൾ സുന്നത്തെന്ന് എഴുതാൻ പറഞ്ഞു, ഞങ്ങൾ സുന്നത്തെന്ന് എഴുതി. അതിനൊരു മറുവാദം ഹറാമെന്നല്ലെങ്കിൽ കറാഹത്തെന്ന് എഴുതാൻ പറ്റൂലേ? അത് പറഞ്ഞൂടെ അബൂത്തമീമെ? പറ്റൂല എന്ന് പറയാം. അത് ഞങ്ങളെ കൊണ്ട് അങ്ങനെ പിന്നെ കറാഹത്തൊന്നും ഹറാമെന്നൊന്നും എഴുതാൻ പറ്റൂല. പറഞ്ഞോളൂ, അതെന്നെ പറയാത്തു. നിങ്ങളല്ലേ ഈ സംവാദം തുടങ്ങിയത് മുതൽ കൗണ്ടറായിട്ട് ഇപ്പൊ കൗണ്ടറൊന്നും ഇല്ലേ? ബിദ്അത്തിന് കൗണ്ടറായിട്ട് ഞങ്ങൾ പുണ്യകർമ്മം എന്ന് എഴുതി. പിന്നെ എന്തിനാണ് അവിടെ സുന്നത്തിന് എഴുതാൻ പറഞ്ഞത്? സുന്നത്തിന് എഴുതി ഞങ്ങൾക്ക് പോയിട്ടില്ല. ഞങ്ങളത് തെളിയിക്കുകയും ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ സുന്നത്തിന് ഞങ്ങൾ എഴുതിയ സ്ഥിതിക്ക് അതിന് കൗണ്ടറായിട്ട് നിങ്ങൾക്ക് എഴുതണ്ടേ? നിങ്ങൾക്ക് ഈ കൗണ്ടറൊന്നും ബാധകമല്ല. അതുകൊണ്ട് അബൂത്തമീമെ, കേരളമൊന്നും എടുക്കണ്ട, പ്രസംഗിച്ചിട്ട് സമയം കളയണ്ട. നിങ്ങൾ 3 വട്ടം സലാം ചെയ്തിട്ട് കുറെ പ്രസംഗിച്ചിട്ട് സമയം കളയണ്ട. ഇതിലേക്കൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല, എത്ര പറഞ്ഞാൽ മതി. ഹറാമല്ലെങ്കിൽ കറാഹത്താണ് എന്നെങ്കിലും എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല, എത്ര പറഞ്ഞാൽ മതി. എനിക്ക് വെച്ച് ഇതിപ്പോ വെറുതെ ചർച്ച നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇവിടെ ഒരു വ്യവസ്ഥ തയ്യാറായതാണ്, അംഗീകരിച്ചതാണ്. അതിനുശേഷം പിന്നെ നിങ്ങൾ അത് എഴുതൂ ഇത് എഴുതൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് സഹോദരന്മാരുള്ളത്? ഇവിടെ സംവാദം നടക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. സംവാദം നടക്കണം. നിങ്ങൾ 1 മിനിറ്റ് നിൽക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നേരം വെളുക്കുന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വ്യക്തമായതാണ്. ഇവിടെ രണ്ട് വാദങ്ങൾ പൂർത്തിയായതാണ്. ഇവിടെ ചർച്ചകൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ KNM ഒരു വാദം എഴുതി. ആ വാദത്തിൽ തിരുത്തൽ വേണമെന്ന് പറഞ്ഞു. അതിന് ഓരോന്നായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു വാദം എഴുതുന്നു. അതിന് മറുവാദമായിട്ട് നിങ്ങൾ എഴുതുന്നു. മറുവാദമായിട്ട് നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം അതിനകത്ത് വിട്ടുപോയി. അത് കൂട്ടി എഴുതാൻ പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ കൂട്ടി എഴുതി കഴിഞ്ഞു. നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വന്നിട്ട് അതിൽ ഇതെഴുതൂ എന്ന് പറയുന്നതിൽ കളവ് പറയില്ലെന്നോ? ആര് കളവ് പറയുന്നു? ഞാൻ കളവ് പറയാ? നിങ്ങൾ ഇത് നിങ്ങളുടെ റെക്കോർഡ് ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടു നോക്കിയപ്പോൾ മനസ്സിലാവും. അപ്പോ എന്നിട്ട് ആ വാദം എഴുതി കഴിഞ്ഞു. ആ വാദം ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതിനകത്ത് ഇത് എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾ പിന്മാറുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണിത്. ഇവിടെ സുന്നത്ത് നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് അതിന് പെട്ടുപോയി. ഇപ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലായത്. അതിന് നിങ്ങൾ കാണിക്കുന്ന ഒരു എന്താ ഇരട്ടത്താപ്പ് വേണമെങ്കിൽ അതിന് പറയാം. പക്ഷെ ഇവിടെ എനിക്ക് വ്യക്തമായിട്ടൊന്ന് പറയാനുള്ളത്, ഈ എഴുതിയ നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് സംവാദം നടത്താൻ തയ്യാറാണെങ്കിൽ കടന്നു വരിക. സംവാദം നമ്മൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ വരിക. ഇവിടെ നിങ്ങൾ പറഞ്ഞ വാദങ്ങളൊക്കെ അവിടെ ചോദിക്കുക. ഇവിടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുക. അവിടെ പറയും, അതിന് ഉത്തരങ്ങൾ അവിടെ പറയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യവസ്ഥയിൽ എന്താണിത്? ഓണറും മധ്യസ്ഥനും കൂടി നിങ്ങൾ എന്തായി കളിക്കുന്നത്? KNM സംവാദം നിങ്ങൾ ഓണർ ഐഡിയ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്താണ് കളിക്കുന്നത്? ചോദിക്കാൻ എഴുതി ഞങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ വന്നിട്ട് അതിന് ഇതിങ്ങനെ എഴുതണം. എന്താണ് KNM ഓണർ? KNM സംവാദം ഓണർ എന്താ ഇത്? നിങ്ങൾ അബൂത്തമീമെ, ഓണറിന്റെ മധ്യസ്ഥന് ഇടപെടേണ്ടി വരുമോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പൊ ഓണറിന്റെ വായിൽ തന്നെ പറഞ്ഞു. എന്താണ്?
ഞങ്ങൾ വിദേഹത്താണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞു. അത് പറ്റൂല, അതിന് സുന്നത്തും കൂടി കൂട്ടിച്ചേർക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളത് എഴുതി. ശരി, ആ സുന്നത്തിന് മറുവാദമായിട്ട് നിങ്ങൾ എഴുതണ്ടേ? അതിന് ഹുക്കുമ് നിങ്ങൾ എഴുതണ്ടേ? വിദേഹത്തിന് മറുവാദമായിട്ട് നിങ്ങൾ പുണ്യകർമ്മമാണെന്ന് എഴുതി. അപ്പൊ നിങ്ങൾ സുന്നത്തും കൂടി എഴുതണമെന്ന് പറഞ്ഞു. സുന്നത്ത് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എഴുതി. ആ സുന്നത്തിന് കൗണ്ടറായിട്ടുള്ള മറുവാദം എന്താണ്? നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനൊരു വാദം? ഉണ്ടോ? കറാഹത്തെന്നോ ഹറാമെന്നോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി. അത് കറാഹത്താണെന്ന് എഴുതി. ബിദഅത്താണ് കറാഹത്താണെന്ന് എഴുതിക്കോ, പ്രശ്നം തീർന്നല്ലോ. ഹറാമെന്ന് എഴുതണ്ട, നിങ്ങളെ കൊണ്ട് ആവുന്നത്. അതേസമയത്ത് ഈ എഴുതിയ സുന്നത്താണെന്നുള്ള ഞങ്ങൾ തെളിയിക്കും, ഒരു സംശയമില്ല. പക്ഷെ കൗണ്ടറായിട്ട് നിങ്ങൾ എഴുതേണ്ട എന്തെങ്കിലും ഒന്ന്, ഹറാമാണെന്നോ കറാഹത്താണെന്നോ എന്തെങ്കിലും ഒന്ന് അത് തന്നെ എഴുതുക. കാരണം ഞാൻ ആ വിഷയം മാത്രമേ തൊടുന്നുള്ളൂ, ഞാൻ ആ വിഷയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഞാൻ ആ വിഷയം മാത്രമേ തൊടുന്നുള്ളൂ. നിങ്ങൾ എന്തൊക്കെയോ പ്രസംഗിച്ച് എവിടേക്കോ തൊട്ടിട്ട് എവിടേക്കോ എങ്ങനെ പോവാൻ. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകരുത്. വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. നിങ്ങൾ ബിദഅത്താണെന്ന് പറഞ്ഞതിന് പകരമായിട്ട് ഞങ്ങൾ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സുന്നത്താണെന്ന് എഴുതാൻ പറഞ്ഞു. ആ സുന്നത്തിന് കൗണ്ടറായിട്ട് നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല. ഹറാമെന്ന് എഴുതിയിട്ടില്ല. കറാഹത്ത് എന്ന് പോലും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നില്ല. ദയനീയാവസ്ഥ നിങ്ങളുടെ അബൂ തമീമ, നിങ്ങളുടെ ദയനീയാവസ്ഥ നോക്കിയേ. ഹറാമെന്ന് പോയിട്ട് കറാഹത്ത് പോലും എഴുതാൻ നിങ്ങൾ എത്ര അവസരം കിട്ടി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു സംവാദം അത് നടത്താൻ, അത് നേർക്ക് നേരെ നല്ല നിലക്ക് കൊണ്ടുപോകാൻ അതിനുള്ള ഒരു ധൈര്യമില്ലായ്മ വളരെ പ്രകടമാണ്. ARCKP മുജാഹിദ് പക്ഷത്തുനിന്ന് ബിദഅത്താണ് എന്ന് എഴുതി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലൂദി, ഷറഫുൽ മൗലൂദി, സിദ്ദീഖ് മൗലൂദി തുടങ്ങിയ മൗലൂദുകളും മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദ്ർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ആഗ്രഹിച്ചത് ചൊല്ലുന്നത് ബിദഅത്താണ് എന്ന് എഴുതിയപ്പോ ആ ബിദഅത്ത് എന്ന് എഴുതിയതിന് നിങ്ങൾ ഉസ്താദ് പറഞ്ഞു പുണ്യകർമ്മമാണ്, സുന്നത്താണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ പിന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങൾ എഴുതുന്നതിൽ പുണ്യകർമ്മമാണ് എന്ന് എഴുതിയിട്ടുള്ളൂ. ഉസ്താദ് പറഞ്ഞ ആ വാദം കൂടി അതിലേക്ക് എഴുതി സുന്നത്താണ് എന്ന് എഴുതി എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ സുന്നത്ത് എന്ന് എഴുതിയത്. ബിദഅത്താണ് എന്നുള്ള അതിന്റെ കൗണ്ടറായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. എന്താ നിങ്ങൾ ഇപ്പൊ സംവാദത്തിന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്? ബിദഅത്താണ് എന്ന് മുജാഹിദ് പക്ഷാണല്ലോ ആദ്യം വാദം എഴുതിയത്. നിങ്ങൾ പറഞ്ഞോണ്ട് എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കാൻ നിങ്ങൾ മുജാഹിദ് പക്ഷം ബിദഅത്താണ് എന്ന് എഴുതിയതിന്റെ കൗണ്ടറായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആദ്യം പുണ്യകർമ്മമെന്ന്, പിന്നെ അതിനോട് ഉസ്താദ് പറഞ്ഞ കാര്യം കൂടി അതിനോട് കൂട്ടിയത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സുന്നത്ത് കൂടി എഴുതുന്ന കായക്കൊടി പറഞ്ഞപ്പോഴാണ് സുന്നത്ത് എഴുതുന്നത്. പിന്നെ എന്താ നിങ്ങൾക്ക് ഒരു മടി? ബിദഅത്ത് എന്നുള്ളതിന്റെ കൗണ്ടറായിട്ട് പുണ്യകർമ്മവും സുന്നത്തുമാണ് എന്ന് എഴുതിക്കഴിഞ്ഞ നിലക്ക് കുടുങ്ങിപ്പോയില്ലേ ARCKP എന്നാ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണല്ലോ സംവാദത്തിന് നിൽക്കാതെ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രത്തോളം വാദം വളരെ ക്ലിയറായ നിലക്ക് പിന്നെ സംവാദത്തിന് മുന്നോട്ട് വന്നുകൂടാ? അതുകൊണ്ട് തന്നെ ARCKP നമുക്ക് ചർച്ച നടക്കണം, സംവാദം നടത്തണമെന്നുള്ള വളരെ ആഗ്രഹത്തോടെ എത്ര ആളുകളായി ഇത് കേൾക്കുന്നതെന്നറിയാം. ഒരു സംവാദത്തിന് നിങ്ങൾ മുന്നോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ്. ആ സംവാദം നിങ്ങൾ കേരളത്തിലുള്ള ആളുകളുടെ ഇടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ മാലമൗലൂദുകളുടെ കള്ളത്തരവും പൊള്ളത്തരവും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംവാദം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സംവാദം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആ സംവാദം നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് ആദ്യം മേലെ പോണം, താഴെ പോണം എന്നൊക്കെ പറഞ്ഞ അവസാനം സംവാദത്തിന്റെ പോലെ ഏകദേശമായപ്പോ ഇതാ പറയുന്നത് ഞങ്ങൾക്ക് സംവാദത്തിനാവൂല എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഇത് ശരിയല്ല ARCKP, ഇത് ശരിയല്ല. നമുക്ക് സംവാദമാണ് നടത്തേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടാണ്. ഇങ്ങനെ ബേജാറാന്ന് അബൂ തമീമ. നിങ്ങൾ നോക്കി ഞാൻ മൈക്കിടുന്ന സമയം നോക്കി നിങ്ങൾ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ബിദഅത്താണെന്ന് എഴുതി, ഞങ്ങൾ പുണ്യകർമാണെന്ന് എഴുതി. അതിനെ കൗണ്ടർ ആവൂലേ? മൈക്കെടുത്ത് മറുപടി പറയാം. മൈക്കിൽ അത് കൗണ്ടർ ആവൂല എന്നുള്ളത് നിങ്ങൾ ഉസ്താദ് പറഞ്ഞല്ലോ. നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞപ്പോ നിങ്ങളുടെ ഉസ്താദിന്റെ വാക്കുകളിൽ സുന്നത്താണെന്ന് പറഞ്ഞു. സുന്നത്താണെന്ന് പറഞ്ഞപ്പോ ആ സുന്നത്ത് കൂടി നിങ്ങൾ എഴുതണം. അതിന് മറുഭാഗമായിട്ട് ഇന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എഴുതിയത്.
എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതിയത്? ആദ്യം നിങ്ങൾ പുണ്യകർമാണെന്ന് മാത്രമേ ആർസിക്കപ്പ് എഴുതിയിട്ടുള്ളൂ. പിന്നീട് നിങ്ങൾ സുന്നത്താണെന്ന് എഴുതിയത് എന്തുകൊണ്ടാ? അത് പറഞ്ഞത് ശരിയാണ്, അതവിടെ എഴുതേണ്ടതാണെന്നുള്ളതുകൊണ്ടല്ലേ. വിദേത്താണ് എന്നുള്ളത് എതിരായിട്ട് പുണ്യകർമ്മമാണ് എന്ന് വർത്തം പോരാ. അതിന്റെ കൗണ്ടറായിട്ട് എഴുതുമ്പോൾ സുന്നത്ത് കൂടി എഴുതണം. അത് ഉസ്താദ് പറഞ്ഞ സംഗതി കൂടി എഴുതണമെന്നാ പറഞ്ഞേ. അത് നിങ്ങളെ കൊണ്ട് അവിടെ എഴുതിച്ചപ്പോ എന്തോ ഒരു അബദ്ധം അതിൽ പറ്റിപ്പോയി അല്ലേ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സംവാദത്തിന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നമ്മൾ ഉസ്താദ് പറഞ്ഞു എന്തൊക്കെയാ അബൂത്തലി. നേരത്തെ നിങ്ങൾ കളവ് പറഞ്ഞിട്ട് കുടുങ്ങി. നമ്മൾ പിന്നെ സംവാദം നടക്കട്ടെ എന്ന് കരുതി നിങ്ങൾ വല്ലാതെ പിടിച്ചിട്ടില്ല. നേരത്തെ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്നെ അനീഫ കായക്കൂടിയും കളവ് പറഞ്ഞു, മധ്യസ്ഥരായ നിങ്ങളും കളവ് പറഞ്ഞു. എന്താണ് എഴുതിയ വായത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട നസൂർ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ നിങ്ങൾ അത് പിടിക്കേണ്ട പോയിട്ട് ചർച്ച നടക്കട്ടെ എന്ന് നിങ്ങൾ അങ്ങോട്ട് വിട്ടതാണ്. അവിടെ തന്നെ നിങ്ങളെ പിടിച്ചു കെട്ടാമായിരുന്നു. പക്ഷെ നിങ്ങൾ അതിന് പിടിച്ച് തൂങ്ങണ്ട, അങ്ങനെ സംവാദം നടക്കാതിരിക്കേണ്ട, സംവാദം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അവിടെ വിട്ടത്. നിങ്ങൾ ഇവിടെ ഇപ്പം പറയാണ് ബിദഅത്തിന് പകരമായിട്ട് ഞങ്ങൾ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞത് പോരാ, ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടാണ് പിന്നെ ചൊല്ലുന്നത്. അല്ലല്ലോ, നിങ്ങൾ ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് ഉസ്താദ് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞില്ല, സുന്നത്താണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ സുന്നത്ത് എഴുതണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എഴുതാൻ തയ്യാറ്, ഞങ്ങളത് തെളിയിക്കുകയും ചെയ്യുന്നല്ലേ ഈ പറയുന്നത്. നിങ്ങളിങ്ങനെ പ്രസംഗിച്ചിട്ട് സമയങ്ങളുടെ കുറിച്ച് സമയം ഒരുപാട് വൈകിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ മാന്യമായി കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ബിദഅത്താണെന്ന് പറഞ്ഞു, ഞങ്ങൾ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞു. ഇത് കൗണ്ടർ ആവോ ഇല്ലേ? അതിന് മറുപടി പറഞ്ഞാൽ പോരെ? അതിന് ഇങ്ങനെ നിങ്ങൾ പ്രസംഗിച്ചിട്ട് സമയങ്ങളാണ്. നിങ്ങൾ ബിദഅത്താണെന്ന് പറഞ്ഞു, ഞങ്ങൾ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞു. ഇത് അതിന് കൗണ്ടർ ആകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. പിന്നെ നിങ്ങൾ എഴുതിയത്, നിങ്ങളെന്തിനാ എഴുതിയത്? ബിദഅത്താണ് എന്ന് മുജാഹിദ് പക്ഷെ തുടക്കം മുതൽ എഴുതിയ വാദത്തിനെതിരായിട്ട് പുണ്യകർമ്മമാണ് എന്ന് നിങ്ങൾ എഴുതിയ അത് പോരാ. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് സുന്നത്താണെന്നില്ല. ഉസ്താദ് പറഞ്ഞ ആ വാദം കൂടി നിങ്ങൾ അതിനോട് കൂടി എഴുതണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ എഴുതിയ? നിങ്ങൾ പലപ്പോഴും എഴുതിയിട്ടില്ലല്ലോ. തുടക്കത്തിൽ നിന്ന് നിങ്ങൾ എഴുതിയിട്ടില്ല, പലപ്പോഴായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതിയിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ എഴുതിയത്? അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ പുണ്യകർമ്മം എന്ന് മാത്രം മതി, വിദേഹത്ത് എന്നുള്ളതിന് പുണ്യകർമ്മം മാത്രം മതിയെന്ന്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? സുന്നത്താണെന്ന് ഉസ്താദ് പറഞ്ഞ സംഗതി അവിടെ എഴുതി. ആ എഴുതിയപ്പോഴാണ് കുടുങ്ങിപ്പോയത് അല്ലേ? അവിടെയാണ് കിടക്കുന്നത് ARCKP. അപ്പോ വിദേഹത്താണ് എന്നുള്ളത് കൗണ്ടറായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു വാദം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്, കൃത്യമാണ്. വാദവും പ്രതിവാദവും ഇവിടെ ക്ലിയർ ആണ്. ആ വാദവും പ്രതിവാദവും ക്ലിയർ ആയ നിലക്ക് സംവാദത്തിന് തയ്യാറാണെങ്കിൽ ARCKP നമുക്ക് സംവാദം നടത്താം. അത് വെറുതെ പറഞ്ഞ് നേരം വെളുപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നുള്ളത് ഈ കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഈ വാദം ഞാൻ പലപ്പോഴായിട്ട് വാദം എന്തുകൊണ്ടാ പറയുന്നത്? ഈ വാദം പറയുന്നത് ആളുകൾ കേൾക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ആ വാദം എഴുതുന്നത് രണ്ടു കൂട്ടരുടെ വാദം പറഞ്ഞത് അത് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് ആരാണെന്നുള്ളത്. ഓക്കെ, മൈക്ക് വിടാം. അബൂത്തലീമ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഒരുപാട് ആളുകൾ ഉറക്കൊഴിഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ വെറുതെ സമയം കളഞ്ഞ് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ബിദഅത്തിന് പകരമായിട്ട് പുണ്യകർമ്മം എന്ന് എഴുതി, പിന്നെ എന്തിനാ സുന്നത്ത് എഴുതി നിങ്ങൾ ചോദിച്ചില്ലേ? മൈക്ക് വിട്ടൂടെ? അബൂത്തലീമ നമുക്ക് മറുപടി വരണ്ടേ? ഇതെന്തിനാ ഇങ്ങനെ കുറേ പ്രസംഗിക്കുന്നതിനാണ്? അവിടുന്ന് മൈക്ക് വിടണം. ഞാൻ മൈക്ക് ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട്, എന്തിനാ അത് എഴുതിയത്? സുന്നത്തിന് എഴുതിയത് നിങ്ങളെ കായക്കൂടി അനീഫ കായക്കൂടി പറഞ്ഞു അത് എഴുതണമെന്ന്. പിന്നെ എന്താണത്? അത് ഹുക്കുമാണ്. സുന്നത്ത് എന്നുള്ളത് അതിന്റെ ഹുക്കുമാണ്. ആ ഹുക്കുമിന് മറു ഹുക്കുമ നിങ്ങൾ എഴുതേണ്ട, മറുവാദം നിങ്ങൾ എഴുതണ്ടേ? അതേതാണ്ട് പറഞ്ഞത് നിങ്ങൾ ബിദഅത്തിന് പകരമായിട്ട് പുണ്യകർമ്മമാണെന്ന് ഞങ്ങൾ ഓൾറെഡി എഴുതി. സുന്നത്തൊന്നും കൂടി എഴുതണം, അതിന് ഹുക്കുമും കൂടി എഴുതണം. ഹുക്കുമും കൂടി എഴുതുന്നത് സുന്നത്താണെന്ന്. ആ ഹുക്കുമിന് മറു ഹുക്കുമ എഴുതാനില്ലേ അബൂത്തമീമെ? ഹറാമെന്ന് എഴുതാൻ നിങ്ങളുടെ അടുത്ത് ഇല്ലെന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്? എഴുതാനില്ലെങ്കിൽ വേണ്ട, കറാഹത്തെന്ന് എഴുതിക്കൂടെ? നമുക്ക് സംവാദമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ? നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞതുകൊണ്ട്, നിങ്ങളുടെ അനീഫകായി കൂടി എഴുതണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എഴുതി. അത് ഹുക്കുമാണ്. നിങ്ങൾ പറയുന്ന ബിദഅത്തിന് പകരമായിട്ട് ഞങ്ങൾ പുണ്യകർമ്മമാണെന്ന് എഴുതി. അത് അവിടെ കൗണ്ടർ കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. പിന്നെ നിങ്ങൾ സുന്നത്ത് എന്നുള്ള ഹുക്കും എഴുതാൻ പറഞ്ഞ് ഞങ്ങൾ ഹുക്കും എഴുതി. അതിന് മറുവാദമായിട്ട് നിങ്ങളുടെ ഹുക്കും എഴുതണ്ടേ? കറാഹത്താണോ ഹറാമാണോ എന്താണെന്ന് വെച്ചൊന്ന് എഴുതണ്ടേ? അതെന്തിയാ അബൂത്തലീമ എഴുതാത്ത്?
അപ്പൊ ദയവ് ചെയ്ത് അബൂ തമീം ഇനിയും ഇങ്ങനെ സംസാരിച്ച് നീട്ടി കൊണ്ടുപോകരുത്. എനിക്കതിന് ചോദിക്കാണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു വിട്ടാൽ മൈക്ക് വിട്ടാൽ നമ്മൾ അതിന്റെ മറുപടി മൈക്കിൽ വെച്ച്. നിങ്ങളോട് ഹുക്കും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ ARCKP? നിങ്ങളോട് ഹുക്കും എഴുതണമെന്ന് പറഞ്ഞിരുന്നോ കായക്കൊടി ഈ വിഷയത്തിൽ? അതിന് മറുപടി പറയും. എന്താ ഉത്തമീത് സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് അതെന്നാ ഹുക്കുമ് അത് തിരിഞ്ഞിട്ടില്ല ഇതുവരെ. അത് എന്നാ സുഹൃത്തെ ഹുക്കുമ്? സുന്നത്ത് എന്ന് എഴുതണമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് മൗലൂദ് കഴിക്കൽ എന്താണ്? അതിന്റെ ഹുക്കും എന്താണ്? ആ ഹുക്കുമാണ് നമ്മൾ പറയുന്നത്, സുന്നത്താണത്. പിന്നെ നിങ്ങൾ എഴുതി ബിദ്അത്തിന്റെ കൗണ്ടറായിട്ട് ഞങ്ങൾ അവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞല്ലോ അത് പുണ്യകർമ്മമാണ് എന്ന്. അപ്പൊ കായക്കൂടി സുന്നത്ത് എഴുതാൻ പറഞ്ഞു, സുന്നത്ത് എഴുതി അത് ഹുക്കുമാണ് അതിന്റെ. അപ്പൊ അതിൽ കൗണ്ടറായിട്ട് നിങ്ങൾക്ക് ഹറാമെന്ന് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ കറാഹത്ത് എന്തെങ്കിലും എഴുതൂ എന്ന് എത്ര തവണ പറഞ്ഞു? അങ്ങനെ ശ്രദ്ധിക്കണം. പുണ്യകർമ്മം എന്ന് എഴുതിയതിന് ശേഷം, പുണ്യകർമ്മം എന്ന് എഴുതിയതിന് ശേഷമാണ് നമ്മൾ പിന്നെയും സുന്നത്ത് എഴുതുന്നത്. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? അത്യാവശ്യം ഇതുണ്ടെങ്കിൽ മനസ്സിലായിക്കൂടെ? പുണ്യകർമ്മം അത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെയും സുന്നത്ത് എന്ന് എന്തിനാ എഴുതിയത്? ആ സുന്നത്ത് ഹുക്കുമാണ്, അതതിന്റെ ഹുക്കുമാണ്, അതാണ് സുന്നത്ത് എന്ന് എഴുതിയത്. ഇപ്പൊ പറ്റില്ലേ? ഇതാണ് പെടുക എന്ന് പറഞ്ഞാല് ARCKP ശരിക്കുള്ള പെടുക എന്ന് പറഞ്ഞാൽ ഇതാണ്. വിദേഹത്ത് നിന്നുള്ളതിന് ഹുക്കുമ് എന്നുള്ള നിലക്ക് എഴുതണം. അതിന് പിന്നെ കൗണ്ടറായിട്ട് ഹുക്കും എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് ഹുക്കും എഴുതാൻ വേണ്ടി പറഞ്ഞതാണ്. ഹുക്കും എഴുതണമെന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? കായക്കൊടി പറഞ്ഞു വിദേഹത്ത് നിന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഉസ്താദ് സുന്നത്താണ് എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? സുന്നത്താന്ന് എഴുതുന്നില്ല. വിദേഹത്തിന് കൗണ്ടറായിട്ട് എഴുതിയപ്പോ പുണ്യകർമ്മാണെന്ന് എഴുതി. നിങ്ങൾ ഉസ്താദ് സുന്നത്തെന്ന് പറയുകയും ചെയ്തു. അതെന്ത് ചെയ്തില്ല? നിങ്ങൾ എഴുതുന്നില്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ വരുന്നില്ല. അപ്പൊ അതുകൂടി എഴുതാൻ വേണ്ടി പറഞ്ഞു. അത് തന്നെയാണ്. അല്ലാണ്ട് ഹുക്കും എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? വെല്ലുവിളിക്കാണ് ഞാൻ. ഹുക്കും എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതാ മൈക്കിതാ. എന്നാ പിന്നെ അബൂ തമീം പറ, പുണ്യകർമ്മം എന്താണ്? ബിദ്അത്തിന് കൗണ്ടറായിട്ട് പുണ്യ, ഇത് എത്ര തവണ ചോദിച്ചു, പിന്നെ എന്തിനാ ആവർത്തിക്കുന്നത്? ബിദ്അത്തിന് കൗണ്ടറായിട്ട് പുണ്യകർമ്മം ആയോ ആയിട്ടില്ലേ? അബൂ തമീം പറയും. ഞാൻ മൈക്കിൽ വിളിച്ചു. CKP ഇതാണ് പേടുക. ഞാൻ പറഞ്ഞില്ല, ഇനി ഇങ്ങനെ വിരുണ്ട് കായലിൽ ഇങ്ങോട്ട് കിടന്ന് വരണ്ടെന്നാണ് നല്ലത്. അതാ ഏറ്റവും നല്ലത്. നിങ്ങളെന്താ പറഞ്ഞേ? സുന്നത്ത് എന്നുള്ള പിന്നെ ഹുക്കും എന്നുള്ള നേരത്തെ എഴുതണമെന്ന് പറഞ്ഞു കായക്കൊടി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. കളവാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ സംഗതി സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉസ്താദ് നിങ്ങളുടെ സംസാരത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സുന്നത്ത് എന്ന് പറഞ്ഞത് നിങ്ങൾ എഴുതണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ആളുകളെ. നിങ്ങൾ പറഞ്ഞത് കായക്കൊടി ഹുക്കും എഴുതണം എന്ന് പറഞ്ഞു. ഹുക്കും എന്നുള്ള ആൾക്ക് പറയുമ്പോ ശ്രദ്ധിക്കണം. ARCKP നമ്മളിതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്നുള്ളൂ. കിടന്നു പോയാലേ അതിന്റെ മുകളിൽ ഇപ്പൊ എന്നോടാ ചോദിക്കുന്നത്? പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറഞ്ഞത് ഉസ്താദ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുണ്യകർമ്മമാണ് സുന്നത്ത്. ഉസ്താദ് കുറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് നിങ്ങൾ ആദ്യം വാദത്തിൽ എഴുതിയിട്ടില്ല. അപ്പൊ വാദത്തിൽ എഴുതുമ്പോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ നിങ്ങളുടെ നസൂഫ് ഉസ്താദ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സുന്നത്ത്. അത് നിങ്ങൾ അവസാനം എഴുതി. അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇത് പെട്ടെന്നുള്ള തോന്നിയത്. ഓക്കെ, ശരി. എന്നാല് എനിക്ക് തോന്നുന്നില്ല ഇനി പിന്നെ നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ ഈ വിഷയത്തിൽ? അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ കയറുന്ന വിരളാനാണോ തീരുമാനം? എവിടെയൊക്കെയാണ് നിങ്ങൾ പോകുന്നത്? ഇത് അവസാനം ഹുക്കുമ് ബിദ്അത്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എഴുതി അതിന് കൗണ്ടറായിട്ട് നിങ്ങൾ പുണ്യകർമ്മമാണ് സുന്നത്താണ് നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ വാക്ക് എഴുതാൻ പറഞ്ഞ അത് എഴുതി. ഇനി അതിന്റെ മുകളിൽ സംവാദം നടത്താനാവൂലെങ്കിൽ ARCKP ഇത് ആളുകൾ തിരിച്ചറിയും. നിങ്ങൾ ആരാന്നറിയും?
നിങ്ങൾ ആരാന്നറിയോ? വെല്ലുവിളിച്ച് കേരളത്തിൽ മൊത്തം സമസ്ത എന്ന് പറയുന്ന ഒരു ആളുകളെ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ കീഴിലാണ് ഈ മാല മൗലൂദുകളൊക്കെ വ്യാപകമായിട്ട് നടക്കുന്നത്. ഇതിന്റെ പൊള്ളത്തരം പിന്നെ ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവാദത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാല്, ഇതിൽ നിന്ന് ഒളിച്ചോടുമെന്ന് പറഞ്ഞാല് ARCKP മാനക്കേടാണ്. ഇതിനും വലിയൊരു മാനക്കേടിന് വരാനില്ലേ? ഏതായാലും മൈക്കെടുത്തോളൂ. സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രസംഗം വേണ്ട, നിങ്ങൾ ഫൈസൽ മൗലവിനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇന്നത്തെ പനി ഇതുവരെ മാറിയിട്ടില്ല, ഒരു സംശയം വേണ്ട. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംവാദത്തിൽ മികച്ചു നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാർക്കും അല്ലെങ്കിൽ വിഘടകർക്കും പേര് കേൾക്കുമെന്ന് പേടിയാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മപടന്മാരായ അൽ-ഇസ്തിഖാമ വിങ്ങിന്റെ ഉസ്താദുമാരെ പേര് കേൾക്കുമെന്ന് നിങ്ങൾക്ക് പേടിക്കും. അപ്പൊ അങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട അബൂ തമീമെ. അതിലൊരു സംശയം വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഫൈസൽ മൗലവിനെ ഒന്ന് വിളിച്ചു നോക്ക്, പനി മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ വിഷയത്തിൽ നിന്ന് സംസാരിക്കാമല്ലോ. അതുകൊണ്ട് ഈ വിഷയത്തിൽ അബൂ തമീമ ആർക്കും മനസ്സിലാകുമല്ലോ. നിങ്ങളൊരു വാദം എഴുതി ഇത് ബിദഅത്താണ്, ഞങ്ങളും പറഞ്ഞു ഇതെന്താണ്, അത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ഉസ്താദ് സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ടും അത് സുന്നത്താണെന്ന് പറഞ്ഞു, അത് ഹുക്കും എന്നുള്ള നിലക്ക് അത് സുന്നത്താണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞു അതും കൂടി എഴുതണമെന്ന് പറഞ്ഞു, സുന്നത്താണ് എന്നുള്ള ഹുക്കും എഴുതണമെന്ന് പറഞ്ഞു. ആ സുന്നത്ത് എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതണമെന്ന് പിന്നെയും പറ്റൂല്ലേ? പിന്നെയും പറ്റേ ARCKP ഇതെവിടെ കർമ്മമാണ്. നിങ്ങള് മൈക്ക് ചാടരുത്, ഞാൻ മൈക്ക് വിടും. അബൂ തമീം മൈക്ക് ചാടരുത്. പിന്നെ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് അവിടെ പുണ്യകർമ്മമാണ് എന്ന് എഴുതിയതിന് ശേഷമാണ് സുന്നത്ത് എഴുതുന്നത്. എന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ അത് ഹുക്കുമാണ് എന്നുള്ളത്? അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? കാരണം പുണ്യകർമ്മമാണ് എന്ന് എഴുതിയതിന് ശേഷം ഹുക്കുമ് എന്ന് എഴുതുമ്പോ അത് അബൂ തമീം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവൂല അതിന്റെ ഹുക്കുമാണ് എഴുതിയിട്ടുള്ളതെന്ന്. അപ്പൊ ഉസ്താദ് സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഉസ്താദ് സംസാരിച്ചു അത് പുണ്യകർമ്മമാണെന്ന് പറഞ്ഞു, പലതും പറഞ്ഞു. ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അതിന്റെ ഹുക്കുമായ സുന്നത്തെന്നും പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞ സുന്നത്തിന് അവിടെ എഴുതണമെന്ന് പറഞ്ഞു, സുന്നത്തിന് ഞങ്ങൾ എഴുതി. അതിനെന്താ പ്രശ്നമുള്ളത്? ഞങ്ങളത് സുന്നത്താണെന്ന് തെളിയിക്കുന്നു. നിങ്ങളിനി ഈ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ വെച്ച് ഞങ്ങളത് സുന്നത്താണെന്ന് തെളിയിക്കും. നിങ്ങൾ ചോദ്യം ചോദിക്കാമെന്നോ? ഒരു സംശയം ഉണ്ടായില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പൂർണ്ണമായിട്ട് തെളിയിക്കും, ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. അപ്പൊ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പുണ്യകർമ്മമാണ് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾ പറഞ്ഞു സുന്നത്ത് ആണ് എന്ന് കൂടി എഴുതണം. അപ്പൊ അത് ഹുക്കുമാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പൊ ആ ഹുക്കുമും കൂടി എഴുതി. അപ്പൊ അതിന് മറുവാദമായിട്ട് നിങ്ങളെ ഹുക്കും എഴുതണ്ടേ? അതെന്തേ എഴുതാത്ത അബൂ തമീമേ? നിങ്ങൾ ഹറാമെന്ന് എഴുതണമെന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് അത് ആവൂല, അനീഫ കായ്ക്കൊടുക്കുന്ന അതിനെ കൊണ്ട് ആവൂല. അപ്പൊ പിന്നെ കറാഹത്ത് എന്തെങ്കിലും എന്റെ അബൂ തമീം എഴുതിക്കൊണ്ട് ഈ സംവാദം ഞാൻ മൈക്കൂട്ടു മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയിക്കും. എല്ലാം കൂടി അങ്ങോട്ട് അപ്പുറത്തെ റൂമിലേക്ക് വെല്ലുവിളിയായില്ലേ? പിന്നെ അവസാനം ഉണ്ടാകുക ഏതായാലും സംവാദത്തിൽ തെളിയിക്കാനാവൂല. ഒരു സംവാദത്തിന് മുന്നോട്ട് വരാനും രക്ഷയില്ല. ആകപ്പാടെ ഒരു സംവാദ വ്യവസ്ഥ എഴുതിയിട്ട് വ്യവസ്ഥ നടക്കാതായിപ്പോയി അല്ലെ? സംവാദ വ്യവസ്ഥ എഴുതിയിട്ട് വ്യവസ്ഥ നടക്കുക. ഉസ്താദ് പറഞ്ഞ സംഗതി ഒന്നും നിങ്ങൾ എഴുതിയിരുന്നില്ല ARCKP. പലപ്പോഴായിട്ട് പറഞ്ഞപ്പോഴാണ് നിങ്ങളെ കൊണ്ട് എഴുതിച്ചതാ. അതും വിദേഹത്ത് എന്ന് പറഞ്ഞപ്പോ അതിന് കൗണ്ടറായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. പിന്നെ നിങ്ങളൊരു കളവ് പറഞ്ഞിട്ടുണ്ട്, പച്ച കളവാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളായിട്ട് പിടിച്ചത്. അവിടുന്ന് നിങ്ങളങ്ങ് വഴറ്റ് ഉരുണ്ടു പോയത്. ഹുക്കുമ് പറയാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിട്ടില്ല. കായക്കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ സംഗതി അവിടെ എഴുതിന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോ പിന്നെ ഇനിയിപ്പോ വെല്ലുവിളിയൊന്നും വേണ്ട. അങ്ങേപ്പുറത്തെ റൂമിലേക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ? അവിടെ പോയിട്ട് വെല്ലുവിളിച്ചോ? ഏതായാലും സംവാദത്തിന് നിങ്ങൾ തയ്യാറില്ല എന്ന് മനസ്സിലാവുന്നു. ഈ ഒരു സംവാദത്തിന് നിങ്ങൾ പിന്നെ മുന്നോട്ട് പോവില്ല. ഇതിന് നിങ്ങൾ തയ്യാറല്ല. ഈ വ്യവസ്ഥ എഴുതിയ വ്യവസ്ഥയിൽ പിന്നെ സംവാദത്തിന് നിങ്ങൾ തയ്യാറല്ല എന്ന് മനസ്സിലായ നിലക്ക് ഈ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇനി അങ്ങോട്ടുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇതിൽ നിന്ന് നിങ്ങൾ വ്യക്തമായ രീതിയിൽ ഒഴിഞ്ഞു പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ കൊണ്ടതിന് സാധിക്കൂല ഒരു സംവാദത്തിന്. ഇത് വളരെ വ്യക്തമായ ഒരു രണ്ട് സംവാദ വ്യവസ്ഥ ഇവിടെ ആയ നിലക്ക് അതിന്റെ മുകളിൽ നിന്നിട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ
നിർത്തുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് സംവാദത്തിന് തയ്യാറാവുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വ്യവസ്ഥയിൽ സംവാദം നടത്താൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്, മുജാഹിദ് പക്ഷത്തിലുള്ള ആളുകൾ സംവാദത്തിന് റെഡിയാണ് എന്ന് അറിയിക്കുകയാണ്. സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഈ തയ്യാറായ വ്യവസ്ഥയിൽ സംവാദം നടത്താൻ തയ്യാറാണെങ്കിൽ ARCKP പിന്നെ നിങ്ങളുടെ പണ്ഡിതന്മാരെ കൊണ്ടുവന്നോളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് സംവാദം നടത്താവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂതമീമെ വളരെ വിലപ്പെട്ട 2 മണിക്കൂറുകളാണ് നമ്മുടെ പോയിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ വെറുതെ അങ്ങനെ കളയരുത്. നിങ്ങൾ പോകരുത്, നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. ഈ സംവാദമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങളോട് ഞങ്ങൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളൊരു വാദം കൊണ്ടുവന്നു ഇത് ബിദഅത്താണ് എന്നുള്ളത്, ഞങ്ങൾ അതിന്റെ മറുവാദം കൊണ്ടുവന്നു അത് പുണ്യകർമ്മമാണ് എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞത് സുന്നത്തി എന്ന് എഴുതണമെന്ന് പറഞ്ഞു, ഞങ്ങൾ സുന്നത്തി എന്ന് എഴുതി, ഞങ്ങൾ അതിന് ഹുക്കുമായ സുന്നത്ത് എഴുതി. അതിന് മറുവാദമായിട്ട് മറുഹുക്കും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഞങ്ങൾ ഹറാമെന്ന് എഴുതണമെന്ന് പറഞ്ഞു. നിങ്ങളെ കൊണ്ടാകുന്നില്ല. കറാഹത്ത് എന്നെങ്കിലും എഴുതണ്ടേ? നിങ്ങൾ നമ്മൾ കളവ് പറയുന്നത്, കളവ് പറഞ്ഞ മത്സരം നടത്തിട്ട് റെക്കോർഡോ സോപ്പ് കൊടുത്ത കുട്ടാണ് നിങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഡയലോഗ് വേണ്ട, പരസ്പരം അങ്ങനെ പറയുന്ന ഡയലോഗുകൾ വേണ്ട. കാരണം നിങ്ങൾ ഈ സംവാദത്തിന്റെ ഇടയിൽ കളവ് പറഞ്ഞു, ഹനീഫ കായക്കൊടിയും കളവ് പറഞ്ഞു, നിങ്ങളും കളവ് പറഞ്ഞു. 2 പേരെ ഞങ്ങൾ കൈയോടെ പിടികൂടി, 2 പേരെ ഞങ്ങൾ കൈയോടെ പിടികൂടി. പിന്നെ അത് സംവാദം മുമ്പോട്ട് പോകട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങളത് വിട്ടതാണ് അവിടുന്ന്. അപ്പൊ ആ കളവ് അങ്ങനത്തെ ആരോപണങ്ങളൊന്നും വേണ്ട. ഇവിടെ ഇപ്പൊ സംവാദം നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അബൂതമീമെ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ ആ സുന്നത്തിന് പകരമായിട്ട് ഹറാമിന് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ കറാഹത്ത് എന്തെങ്കിലും എഴുതിയിട്ട് സംവാദവുമായിട്ട് മുന്നോട്ട് പോകണം. ഞങ്ങൾ തയ്യാറാണ്. കൈകളിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംവാദത്തിന് ഇത്രത്തോളം ഒരു ഭീതിയോടുകൂടി സമീപിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഒരു വ്യവസ്ഥ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു സംവാദം നടത്താനായില്ലല്ലോ ARCKP. നമ്മൾ ഇത്ര മണിക്കൂറോളം നിന്നിട്ട് വല്ലാത്ത സങ്കടമായിപ്പോയി നിങ്ങളെ കാര്യം. ഒരു സംവാദത്തിന്റെ വ്യവസ്ഥ ഇവിടെ പൂർത്തിയായി. അതിനുശേഷം ആ സംവാദത്തിന്റെ മുകളിൽ നടക്കാൻ, ഒരു സംവാദം നടത്താൻ അല്ലേ? പിന്നെ ഉസ്താദിന്റെ പിന്നെ ഇടക്ക് പറഞ്ഞത് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ആ സമയം തന്നെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഉസ്താദ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ. പിന്നീട് വന്ന ഉസ്താദിന്റെ ക്ലിപ്പൊന്ന് കേട്ടോക്ക്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോന്നറിയണം, അപ്പൊ മനസ്സിലാവും എന്താ പറഞ്ഞെന്നുള്ളത്. ഉസ്താദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നിങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നീട് അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ സംവാദത്തിന് ഏതായാലും ARCKPയുടെ പക്ഷം തയ്യാറല്ല എന്ന് മനസ്സിലാവുന്നു. ഈ ഒരു സംവാദത്തിന്റെ മുകളിൽ സംവാദം നടത്താൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സംവാദം ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. ഈ ഒരു വ്യവസ്ഥ ഇനിയും സമയം എന്താ പറഞ്ഞത്, ഇനിയും ഇരിക്കണമെന്നോ? എത്ര നേരമായി? 2 മണിക്കൂറായി വ്യവസ്ഥ എഴുതിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ കിടന്നിട്ടായി ചാടിക്കളി. ഓക്കെ, ശരി. എന്നാല് മൈക്കെടുത്തോളൂ. സംവാദത്തിന് റെഡിയാണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിർത്തിപ്പോയിക്കോളി. ഓക്കെ, സംവാദത്തിന് റെഡിയാണെങ്കിൽ റെഡി എന്ന് പറയുക, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി പിന്നെ മറ്റുള്ള ആരെങ്കിലും മൈക്ക് വേണമെങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ് ARCKP എടുത്തതിന് ശേഷം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ കറക്കാനുള്ള പരിപാടി നോക്കരുത്. മറ്റുള്ളാരെങ്കിലും ഭാഗം ഒറ്റകൾ വിളിക്കൊന്നും വേണ്ട. നിർത്തുക എന്നുള്ളത് നിങ്ങൾ നെഗറ്റീവായിട്ട് ആലോചിക്കുകയും ചെയ്യരുത്. നിങ്ങൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണണം, ശുഭപ്രതീക്ഷ വേണം. സംവാദം നടക്കണം എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ആദ്യം തന്നെ. പിന്നെ അബൂതമീമെ ഇവിടെ ചർച്ച ഓരോ സെക്കൻഡും വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾ അടിക്കേണ്ട സമയമടക്കം ഞാൻ അടിച്ചത്. ഞാൻ നിങ്ങൾക്ക് PM അടിച്ചല്ലോ, എന്താ നിങ്ങൾ സമയം അടിക്കാത്തത്? അത് നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾ തന്നെ അടിക്കുന്നത്. കാരണം നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് DC ആകാൻ നിങ്ങൾ ഈ ക്ലാസ്സൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു, വളരെ വ്യക്തമായിട്ട് ടൈം അടക്കം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അടിച്ചു. എന്നിട്ട് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നാസിം ഉസ്താദ് വിശദീകരിച്ചിരുന്നത്, അതും നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. നിങ്ങളും നിങ്ങളുടെ ഹനീഫ കായക്കൊടിയും പറഞ്ഞത് കളവാണ്. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട നാസിം ഉസ്താദ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. അതും തിരിഞ്ഞിട്ടില്ല അബൂതമീമിന്. അബൂതമീമ് നിങ്ങൾ രണ്ടാളും പറഞ്ഞ തെറ്റാണ്. നിങ്ങളുടെ വാദം, നിങ്ങൾ എഴുതിയ വാദം, ആ വാദം നിങ്ങൾ എഴുതിയ വാദം തിരുത്തണമെന്ന് നാസിം ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കളവാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞത് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നാസിം ഉസ്താദ് പറഞ്ഞത് തന്നെ പിന്നെയും ആവർത്തിച്ച് നിങ്ങൾ വിശദീകരിച്ചു തന്നു. അതും നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. അതും നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് അബൂതമീമ് ഇനി ഒന്നും കൂടി വിശദീകരിക്കേണ്ടി വരുമോ? നിങ്ങൾ ഈ റെക്കോർഡൊക്കെ നാളെ ഒന്ന് കേട്ടു നോക്ക്. നിങ്ങൾക്ക് ചിരി വരും.
റെക്കോർഡ് ഉണ്ടാവുമല്ലോ, നാളെ ഒന്ന് കേട്ടു നോക്ക്. അതുകൊണ്ട് അബൂ തമീമെ, അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പിന്നീട് ചോദിച്ചാണ്, നിങ്ങൾ ദയവ് ചെയ്തിട്ട്, നിങ്ങൾ വളരെ വ്യക്തമാണ്, നിങ്ങളുടെ ആശയം നിങ്ങൾ എഴുതി കഴിഞ്ഞു. എന്താണ് മൗലിദ് കഴിക്കല്? അത് ബിദ്അത്താണ് എന്നെഴുതി. ഞങ്ങളും എഴുതി മൗലിദ് കഴിക്കുന്നത് പുണ്യകർമ്മമാണ്. നിങ്ങൾ പിന്നെയും പറഞ്ഞു അത് സുന്നത്താണെന്നും കൂടി എഴുതണമെന്ന്. നിങ്ങളുടെ ഉസ്താദ് പ്രസംഗത്തിനതിൽ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞങ്ങളുടെ ഉസ്താദ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതതിന്റെ ഹുക്കുമാണ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയും, അത് നമ്മൾ തെളിയിക്കുകയും ചെയ്യും. അപ്പൊ ഞങ്ങൾ അതിന്റെ ഹുക്കുമായ സുന്നത്ത് കൂടി ഏതിന്റെ കൂടെ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞതിന് ശേഷം സുന്നത്ത് എന്നുള്ള ഹുക്കുമ് കൂടി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന് മറുവാദമായിട്ട് നിങ്ങളുടെ ഹുക്കുമ് എഴുതണം. കറാഹത്ത്, ഹറാമ് എന്തെങ്കിലും ഒന്ന് എഴുതണം. അത് എഴുതാൻ പറ്റൂന്ന് പറയാൻ കൂത്തന്നെ നമുക്ക് സമ്മാനമൊക്കെ മുന്നോട്ട് പോകണം. നിങ്ങൾ ഭയങ്കര ധൈര്യശാലില്ല. നിങ്ങളല്ല പറയുന്നത് എന്ത് നിങ്ങൾ സമ്പാദ്യം കിട്ടാത്തത്, നിങ്ങൾ പേടി ചൂടുകയല്ലേ, നിങ്ങൾ നിൽക്ക്, ഒരു സമ്പാദ്യം നിങ്ങൾ മുന്നാല് കേരളത്തിലെ കാര്യങ്ങളൊക്കെ സത്യം മനസ്സിലാവുന്നൊക്കെ നിങ്ങൾ പറയുന്നല്ലേ. എന്നാ പിന്നെ കറാഹത്തിന് കൂടി എഴുതിക്കോ. സുന്നത്തിന് പകരമായിട്ടുള്ള ഹുക്കുമായ കറാഹത്ത് എഴുതിക്കോ. സമ്പാദം നടക്കട്ടെ എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന്. അത് പൈസ മൂലം ശരിക്കും ഇന്നലെ മനസ്സിലായിട്ടുണ്ടെന്നാ തോന്നുന്നു. മൈക്കിൽ വയ്ക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. RCKP ഒരുവിധം ബുദ്ധിയുള്ള എല്ലാവർക്കും വിഷയം മനസ്സിലായിട്ടുണ്ട്. വളരെ കൃത്യമായ വാദമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. വിദേഹത്താണ് എന്നുള്ള വളരെ കൃത്യമായ വാദം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ്, ഷറഫുൽ അനാ മൗലിദ്, സിദ്ദീഖ് മൗലിദ് തുടങ്ങിയ മൗലിദുകളും മുഹീദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും പുണ്യം ഗ്രഹിച്ചു ചൊല്ലുന്നത് ബിദഅത്താണ് എന്ന് വളരെ കൃത്യമായിട്ട് മുജാഹിദ് പക്ഷം വാദം ഇവിടെ എഴുതി കഴിഞ്ഞു. അതിന് കൗണ്ടറായിട്ട് നിങ്ങൾ എഴുതി. ആ എഴുതിയതും പിന്നെ മുജാഹിദ് പക്ഷം എഴുതിയതും രണ്ടും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദത്തിൽ സംവാദത്തിന് തയ്യാറാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങളോട് ഹുക്കം എഴുതാൻ വേണ്ടിയിട്ട് കായക്കൊടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഹുക്കം എഴുതാൻ വേണ്ടി പറഞ്ഞല്ലോ, നിങ്ങൾ മുന്നേ പറഞ്ഞല്ലോ, ഹുക്കം എഴുതാൻ വേണ്ടിയിട്ട് കായക്കൊടി പറഞ്ഞിട്ടേ ഇല്ല. ഉസ്താദ് പറഞ്ഞ സംഗതിയുണ്ട്, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും വാദത്തിൽ എഴുതിയിരുന്നില്ല വർഗത്തിൽ, അതുകൂടി അവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ വിദേഹത്ത് നിന്നുള്ളതിന്റെ കൗണ്ടറായിട്ടാണ് നിങ്ങൾ പിന്നെ സുന്നത്തും പിന്നെ എന്നാണ് പുണ്യകർമ്മവും സുന്നത്തും എന്ന് എഴുതിയത്. അതിൽ ഒരു പിന്നെ സംവാദം നടത്താൻ തയ്യാറാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ ഈ സംവാദത്തിന് ചുക്കാൻ പിടിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരു തമ്മിൽ ഒന്നുകൂടി സംസാരിച്ചോട്ടെ, എന്നിട്ട് പിന്നെ ഒരു സംവാദത്തിന്റെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ചോദിച്ചാൽ അത് മുന്നോട്ട് പോകാം. ഏതായാലും ഇത് വളരെ കൃത്യമാണ്. സംവാദത്തിൽ നിന്നുള്ള നിങ്ങളുടെ ഒഴിഞ്ഞുപോക്ക്, നിങ്ങളുടെ ഈ ഒരു ഇതുണ്ടല്ലോ, അത് ആ സുന്നത്താണ് എഴുതിയതിനു ശേഷമുള്ള നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടും സംവാദത്തിൽ നിന്നുള്ള ആ ഒഴിഞ്ഞുപോക്കും വളരെ വ്യക്തമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ വല്ലാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങൾ സംവാദത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ വല്ലാതെ ചർച്ച ഇങ്ങനെ നീട്ടി നേരം വരെ സുബി വരെ ആക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. സംവാദത്തിന് നിങ്ങൾ എന്തായാലും തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, ചർച്ചകൾ ഇങ്ങനെ പോവുകയുള്ളൂ. ഇപ്പോ അവസാനമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലേ, ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറയുക. ഈ എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ അല്ലേ. നിങ്ങൾ വേറെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെങ്കിൽ ഡോട്ടിടും, ഇതോട് നിർത്തുകയാണ്. ഞങ്ങൾ ഈ എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ അല്ലേ, അതാണ് ചോദ്യം. എഴുതപ്പെട്ട ഈ വ്യവസ്ഥ, ഇവിടെ ഒരു വ്യവസ്ഥ എഴുതിയിട്ടുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് സംവാദം നടത്താൻ തയ്യാറാണോ ഇല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് പറയുക, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക. അതല്ല മറ്റു പ്രഭാഷണങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോട്ടിടും, ചർച്ച നിർത്തുകയാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഈ എഴുതിയ വ്യവസ്ഥ ഡോട്ടിടുന്ന പെട്ടെന്ന് പേടിപ്പിക്കേണ്ട കേന്ദ്രം സംവാദം. നിങ്ങൾ റൂം ഉറക്കുക, നിങ്ങൾ സൂപ്പർ അഡ്മിനാകുക, എന്നിട്ട് നിങ്ങൾ അടിച്ച് കവല പ്രസംഗം നടത്തുക. എന്നിട്ട് നമ്മൾ മറുപടി പറയുമ്പോ ഉണ്ടോ ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഡോട്ടിടും, ഇല്ലെങ്കിൽ ബോൺ ചെയ്യും. അമ്മ ഒരു ഭീഷണി ഒന്നും ഇങ്ങോട്ട് വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. RCKP ഭീഷണി ഒന്നല്ല, ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ കളികളും
ഇത് ശരിയല്ല, ഇത് ഭീരുത്വമാണ്. കേരളം സംബന്ധിച്ച് ഭീരുത്വമാണ്, ഇത് തെമ്മാടിത്തരമാണ്. അവരവസാനത്തെ പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇതെന്നാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ പരിപാടി ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ്, ഞാൻ ഡോട്ടിടും. അതല്ലാതെ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെങ്കിൽ ഡോട്ടിടും. അപ്പൊ നിങ്ങൾ ഇതിന് തയ്യാറല്ല എന്ന് നിങ്ങൾ ഇതോടെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ചർച്ച നിർത്തുകയാണ്. ഇതൊരു വഞ്ചനയുമില്ല. ഇവിടെ കുറെ നേരം കൊണ്ട് നമ്മൾ സംസാരിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഈ സംവാദത്തിന് നിങ്ങൾക്ക് തയ്യാറല്ല. അപ്പോ എന്നിട്ട് ഇനിയിപ്പോ ഏതാ അവസാനമില്ല കുളം കലക്കുന്ന രീതിയിലുള്ള പരിപാടികളായിട്ട് നിങ്ങൾ പോവുകയാണ്. നിങ്ങളുടെ ആൾക്കാരോട് തന്നെ ഇത് സുന്നത്ത് ആണ്, ഇത് സുന്നത്താണ്, ഇത് സുന്നത്താണ്. എന്താണ് കേരളത്തിൽ നാണക്കേട്? ഞാനിത് പ്രതീക്ഷിച്ചാണ്. ഇങ്ങനെ സംവാദം കലക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പരിപാടി എന്നുള്ളത് എനിക്കറിയാം. ഇത് ശരിയായ പരിപാടിയല്ല കേട്ടോ. എന്താ എന്താ അല്പം മാന്യത കാണിക്കും, അല്പം മാന്യത കാണിക്കുക. RCKP ഹനീഫ കൂടി അടക്കം ചാടാൻ തുടങ്ങി. എന്തായിട്ട് വളരെ മോശപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനക്കാരെ ഇങ്ങനെയുണ്ടോ സംവാദം നിർത്തിയത്? ആൺകുട്ടികളാണെങ്കിൽ RCKP മൈക്കൂടി നിങ്ങളുടെ ഹനീഫക്കാരെ കൂടി ഇതാണോ നിങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനൊക്കെ കേട്ടത്? ഇത് തന്നെ സംഭവിക്കാം. ഇത് കലക്കാൻ വേണ്ടി ARCKPയുടെ സ്ഥിരം പരിപാടി എടുത്തു എന്ന് മാത്രമേ നമ്മൾ കാണുള്ളൂ. ARCKPയുടെ സ്ഥിരം പരിപാടി അതിന്റെ ഭാഗമായിട്ട് ആരെ സുഹൃത്തുക്കൾ ആരും ചോദിട്ടത്? നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വാദത്തിൽ നിൽക്കാൻ വേണ്ടി റൂം നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയാ, നമ്മൾ പറയുന്ന പോലെ മറുപടി പറയണം. ഇത് നിങ്ങളെ സ്ഥിര അടവാണ് RCKP. സ്ഥിര അടവ് നിങ്ങളിപ്പോ എല്ലാവരും കാണും. സ്ഥിരമടവാണിത്. സ്ഥിരമടവാണ്. സംവാദത്തിൽ നിന്ന് മുങ്ങാനുള്ള RCKP അവർ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. റൂം ക്ലോസ് ചെയ്തോളൂ. ഈ കളി കളിക്കാൻ വേണ്ടി സംവാദത്തിന് മുങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസാന അടവെടുത്തു. അതുകൊണ്ട് പിന്നെ കേരളം സംവാദത്തിനോട് പറയാനുള്ളത് റൂം ക്ലോസ് ഒരിക്കലും അതൊരു നസീഹത്തല്ല, ഒരു സംവാദം നടക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഉദ്ദേശിച്ചത്. അവർ അവസാനം ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.